ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ലാസ്റ്റ് പാർട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു കർത്താവിന്റെ പാപപരിഹാര ബലി അത് മുഖാന്തരമായിട്ട് എങ്ങനെ പാപക്ഷമ നമുക്ക് കിട്ടുന്നു. പാപക്ഷമയുടെ പരിണത ഫലമാണ് ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നുള്ള വിടുതൽ. നമ്മൾ ചിന്തിച്ച് ഭൂമിയിൽ ആദ്യമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഭൂമിയിൽ ആദ്യമായിട്ട് ശപിക്കപ്പെട്ട മനുഷ്യൻ കായനായിരുന്നു. കായൻ അതിനുശേഷം എന്ത് സംഭവിച്ചു നമ്മൾ ചിന്തിച്ചതാ, കായന്റെ ഡിസെൻഡൻസ്. അപ്പോ അത് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ശാപത്തിന്റെ വഴി എങ്ങനെ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് ശപിക്കപ്പെട്ട മനുഷ്യൻ കായനായിരുന്നു. പിന്നീട് നമ്മൾ നിയമത്തിലേക്ക് വരുമ്പോൾ, കാരണം നമ്മളിത് ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ സകല ശാപങ്ങളും നീങ്ങിപ്പോയി. അത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ കർത്താവിനെ സ്നേഹിച്ച്, അതായത് ശാപത്തിൽ വീഴാനിടയാകരുത്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കാരണം ക്യാരിഡ് ഓവർ കഴ്സസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. കാരണം ബൈബിളിൽ പറഞ്ഞേക്കുന്ന ഇപ്പൊ അതില് ശാപത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം വിഗ്രഹാരാധനയാണ്. അത് നമ്മൾ പൂർവികരായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള ആ ശാപം വരുന്ന മുഖാന്തരങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചത് ഒരു കാര്യമാണ്, സക്കായിക്ക് പാപക്ഷമ കിട്ടിയത് അതിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. സെയിം വേ ശാപത്തിന് കാരണമായിട്ടുള്ളത് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശാപത്തിൽ നിന്നുള്ള വിടുതലിനുള്ള കാര്യം കർത്താവ് ചെയ്തു, പാപക്ഷമയ്ക്കുള്ള കാര്യം ചെയ്തതുപോലെ തന്നെ. പക്ഷെ ഒരു ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മുടെ ഒരു സൈഡ് ക്ലിയർ ചെയ്യണം. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, ശാപമായിട്ടുള്ള ബന്ധം. അങ്ങനെ എന്തെല്ലാം ശാപങ്ങളുണ്ട് അതെല്ലാം നീങ്ങി അനുഗ്രഹം ഇൻഹെറിറ്റ് ചെയ്യേണ്ടവരാണ് നമ്മൾ. അപ്പം ഈ ശാപം എന്നുള്ള വേർഡ് നമുക്ക് ബുദ്ധിമുട്ടുള്ളതും എന്നാൽ അനുഗ്രഹം സന്തോഷകരമാണ്. എന്നാൽ അനുഗ്രഹത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ബൈബിളിൽ നമ്മൾ എടുക്കുമ്പോൾ ചിന്തിക്കുന്ന ഒന്നോടെ അതിന്റെ മുഖവരിയായിട്ട് അല്ലെങ്കിൽ ബേസ് എന്നും ചിന്തിക്കുന്നത് കൂടുതൽ ഉറച്ച അടിസ്ഥാനം ഇടാൻ വേണ്ടിയിട്ടാണ്. ഗലേഷ്യൻസ് 3 ആണ് ഈ ശാപത്തിനുള്ള പരിഹാരത്തെ കുറിച്ചുള്ള ഉത്തരം. ഗലേഷ്യൻസ് 3:13 തുടങ്ങി വായിക്കുമ്പോൾ നമ്മളിന്ന് വായിക്കുന്ന ഒന്നോടെ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗലേഷ്യൻസ് 3 13 തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, നമുക്ക് വേണ്ടി 10 തുടങ്ങി വായിക്കാം. മറിച്ച് നിയമാനുഷ്ഠാനങ്ങളെ ആശ്രയിക്കുന്നവരെല്ലാം ശാപഗ്രസ്തരാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഒഴികെയുള്ള ലോകത്തിലെ എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും എന്തിനു ബേസ് ചെയ്താണ്? നിയമം. കർമ്മ അല്ലേ? കർമ്മം എന്ന് പറയുന്നത് നിയമം തന്നെ, അല്ലെങ്കിൽ ഡൂസ് ആൻഡ് ഡൂ നോട്ട്സാ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നിയമാനുഷ്ഠാനങ്ങളെ ആശ്രയിക്കുന്ന സകല മനുഷ്യന് ശാപഗ്രസ്തരാന്ന് പറയുമ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ വിടുതൽ പ്രാപിക്കാത്ത അല്ലെങ്കിൽ മോചനം പ്രാപിക്കാത്ത സകല മനുഷ്യരും they are under divine curse. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ നിയമാനുഷ്ഠാനങ്ങളെ ആശ്രയിക്കുന്നവരെല്ലാം ശാപഗ്രസ്തരാണ്. കാരണം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിയമപുസ്തകം നിർദ്ദേശിക്കുന്ന സകലതും അനുഷ്ഠിച്ചുകൊണ്ട് ഈ അനുഷ്ഠാനത്തിൽ ഉറച്ചു നിൽക്കാത്തവൻ ശപിക്കപ്പെട്ടവരാണ്. നമ്മൾ ചിന്തിച്ചതാ, നിയമത്തിൽ അത് കൊടുത്തിട്ട് ആ ഓൾ എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടന്റ്. എല്ലാം അനുസരിക്കാത്തവൻ, എല്ലാം അനുഷ്ഠിക്കാത്തവൻ ശാപഗ്രസ്തര. ഇത് യഹൂദരുമായിട്ടുള്ള ബന്ധത്തിലാണ് നിയമം. പക്ഷെ നമ്മൾ റോമൻസ് 2 പഠിക്കുന്ന എന്താ? നിയമം ലിഖിതമായിട്ട് കിട്ടിയവരാണ് യഹൂദര്. ലിഖിത നിയമം ഇല്ലാത്തവരാരൊക്കെ? ദി എൻ്റയർ ഹ്യൂമാനിറ്റി. അപ്പോ എല്ലാവരും ശാപഗ്രസ്തരാ. കാരണം എല്ലാ മനുഷ്യവർഗവും നിയമാനുഷ്ഠാനങ്ങളെ ആശ്രയിക്കുന്നവരാണ്. അപ്പൊ നിയമം ആരെയും ഈ അനുഷ്ഠാനത്തിൽ ഉറച്ചു നിൽക്കാത്തവൻ ശപിക്കപ്പെട്ടവരാണ്. നിയമം ആരെയും ദൈവസന്നിധിയിൽ നീതീകരിക്കുന്നില്ല എന്ന് സ്പഷ്ടമാണെന്ന് പറഞ്ഞേക്കുന്നതിന്റെ കാരണം അതില എല്ലാം എന്നുള്ളതാ. എല്ലാം അനുസരിക്കാത്തവൻ ശാപഗ്രസ്തനാണ്. അത് മനുഷ്യരെ സംബന്ധിച്ച് പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ അസാധ്യം എന്നുള്ളത് കൊണ്ടാണ് പോൾ ഇവിടെ പറയുന്നത്. അത് നിയമത്താൽ നീതീകരിക്കപ്പെടുക, ആരും നീതീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇത് എൻ്റയർ ഹ്യൂമാനിറ്റിയുടെ ഗതി അത്. കാരണം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, നിയമം വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ല. നിയമങ്ങൾ അനുഷ്ഠിക്കുന്നവൻ അവ മൂലം ജീവിക്കും. അങ്ങനെ എഴുതിയേക്കുന്ന നിയമത്തിൽ അതറിയാം. നിയമങ്ങൾ അത് പൂർണ്ണമായി സംബന്ധിച്ച് ഇമ്പോസിബിൾ ആണ്. ദാറ്റ് മീൻസ് എല്ലാ മനുഷ്യരും ശാപഗ്രസ്തരാണ്.
ഇനി ആ 13 തുടങ്ങിയുള്ളത് അതിന്റെ സൊല്യൂഷൻ പറഞ്ഞേക്കുവാണ്. നമുക്ക് വേണ്ടി ശാപവിധേയനായി തീർന്ന ക്രിസ്തു നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു. മരത്തിൽ തൂങ്ങി മരിക്കുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പൊ ഇവിടം വരെ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടോടെ നമ്മൾ ചിന്തിച്ചു പോയാലേ, അല്ലെങ്കിൽ ശാപത്തെ കുറിച്ച് കേൾക്കുമ്പോൾ മനുഷ്യന് ഭീതികരമാണ്. നമ്മളിത് ഭയപ്പെടാനല്ല, സന്തോഷവും സമാധാനവും ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി നമ്മളിത് പഠിക്കുന്നത്. അപ്പോ മരത്തിൽ തൂങ്ങിപ്പെട്ടവരാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അങ്ങനെ ഇനിയുള്ളതാണ് ഇമ്പോർട്ടന്റ് നമ്മളെ സംബന്ധിച്ച്. അബ്രാഹമിന് ദൈവം നൽകിയ അനുഗ്രഹം ക്രിസ്തു യേശുവിലൂടെ വിജാതിയർക്കും ലഭിക്കാനും തത്ഫലമായി വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് വിശ്വാസം വഴി നമുക്കും ലഭിക്കാനും യേശു ക്രിസ്തു അത് ചെയ്തു. അപ്പോൾ യേശു ക്രിസ്തു ചെയ്തത് മുഖാന്തരമായിട്ട് വന്നിരിക്കുന്ന കാര്യം ശാപം നീങ്ങിപ്പോയി എന്നുള്ളതാണോ? അല്ല, അനുഗ്രഹം. അതായത് അബ്രാഹത്തിന് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. കാരണം ശാപം നീങ്ങിയതുകൊണ്ട് ഐശ്വര്യമായില്ല, അബ്രാഹത്തിന് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരണം. അപ്പൊ ക്രിസ്തു യേശുവിൽ സംഭവിച്ചത് ശാപം നീങ്ങിപ്പോവുക മാത്രമല്ല, പ്രത്യേകത അവിടം അനുഗ്രഹത്താൽ നിറയ്ക്കപ്പെട്ടു. നമ്മൾ വായിക്കുന്നില്ലേ, ഒരു ഭൂതം ഒരാളെ വിട്ടുപോയി കഴിഞ്ഞാൽ അത് കറങ്ങിയടിച്ച് തിരികെ വരുമ്പോൾ അവിടം എംറ്റി ആണെങ്കിൽ, അത് നിറഞ്ഞിട്ടില്ലെങ്കിൽ കൂടുതൽ ദുഷ്ടരായിട്ടുള്ള ഭൂതങ്ങളെ വിളിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞേക്കുന്ന പോലെ. അപ്പൊ ഈ ശാപം നീങ്ങുകയല്ല ചെയ്തേക്കുന്നത്, ദാറ്റ് ഏരിയ ഈസ് ഫിൽഡ് വിത്ത് ദി ബ്ലെസ്സിങ്. അതാ ദൈവം ക്രിസ്തു യേശുവിലൂടെ നമുക്ക് ചെയ്തത്. അപ്പൊ ഈ ശാപത്തെ കുറിച്ച് ഡ്യൂട്രോമി 27 അതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ നിഴലുകൾ നമുക്ക് ത്രൂ ഔട്ട് ദി ബൈബിൾ കാണാൻ പറ്റും. ഈ ഡ്യൂട്രോമി 27 ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടില്ല. നമ്മളപ്പോ ഈ ശാപങ്ങൾ കടന്നു വരുന്ന ചാനൽസ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ശാപത്തെ കുറിച്ച് ഇത് മനുഷ്യന് വളരെ ഭീതികരമായിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ദുരുപദേശങ്ങളും എക്സ്പ്ലോയിറ്റേഷനും ലോകത്തിൽ നിറയുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇത് കറക്റ്റായിട്ട് പഠിച്ചില്ലെങ്കിൽ ശാപത്തിൽ നിന്നുള്ള അല്ലെ കാരിയുടെ ഓർ കഴിച്ചിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടത്തില്ല. നമുക്ക് കർത്താവ് മരിച്ചപ്പോൾ ശാപം നീങ്ങിപ്പോയി, കർത്താവ് മരിച്ചപ്പോൾ പാപം നീങ്ങിയ പോലെ തന്നെയാണ്. പക്ഷെ ഒരു ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി അതിനകത്തുണ്ടായിരുന്നു പാപക്ഷമ കിട്ടാനായിട്ട്. സക്കായിയുടെ കേസിലാണെങ്കിൽ ആ മോഷ്ടിച്ചെടുത്ത് തിരികെ കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. സെയിം വേ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഇപ്പം ശാപം എത്ര ജനറേഷൻ നിൽക്കുന്ന 10 കമാൻഡ്മെന്റ്സാ. ഇതൊന്നും ആർക്കും മാറ്റാൻ പറ്റത്തില്ല. 3-4 തലമുറ വരെയുള്ള. അപ്പൊ ഒരു 3 തലമുറ മുമ്പ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാന്നല്ലാതെ അങ്ങനെയുള്ള കേസിൽ കർത്താവായി പരിഹാരയാകും, അല്ലെങ്കിൽ ശാപത്തിന് കർത്താവ് പരിഹാരം ചെയ്തതിൽ വിശ്വസിച്ച് തീർച്ചയായിട്ടും വിശ്വാസത്തിലൂടെ നമുക്ക് വിടുതൽ കിട്ടും. കാരണം 3 ജനറേഷൻ 4 ജനറേഷൻ മുമ്പ് ചെയ്തതിനെ കുറിച്ച് നമുക്ക് അറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ അതിന്റെ സയൻസ് നമ്മുടെ ജനറേഷനിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യം. ചിന്തിച്ച് മനസ്സിലാക്കി എല്ലാത്തിനും ഏക പരിഹാരമാക്കാൻ സ്നേഹിച്ചാൽ എല്ലാ ശാപങ്ങളും നീങ്ങിപ്പോകും. അപ്പൊ ഇത് ഈ ശാപത്തിന്റെ ലിസ്റ്റ് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് ഈ അനുഗ്രഹം എങ്ങനെ വരുന്നു, ശാപം എങ്ങനെ വരുന്നു എന്നൊന്ന് ബ്രീഫായിട്ട് ചിന്തിക്കുന്നത് നമുക്ക് നല്ല സിമ്പിളാണ്. ഈ ഡ്യൂട്രോമി തന്നെ 28 1 and 2 വായിക്കുമ്പോ ബബു വായിക്കാം. നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ചെവിക്കൊണ്ട് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകളെല്ലാം അവന്റെ കൽപ്പനകളെല്ലാം പാലിക്കുന്നതിൽ ശ്രദ്ധിക്കുമെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ജനതകളുടെയും മീതെ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പ്രതിഷ്ഠിക്കും. നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം നീ ചെവിക്കൊള്ളുമെങ്കിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്നിൽ വന്നു നിറയും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഡ്യൂട്രോമിയില് ഓൾഡ് ടെസ്റ്റാമെന്റിൽ കുറെ മെറ്റീരിയൽ പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ അതിനെല്ലാം ന്യൂ ടെസ്റ്റാമെന്റ് ഈക്വാലന്റ് ഉണ്ട്. കാരണം ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിന് ന്യൂ ടെസ്റ്റാമെന്റ് ഓൾഡ് ടെസ്റ്റാമെന്റ് ഒന്നും ഇല്ല, നമുക്കെല്ലാം ആവശ്യം അല്ലേ. അപ്പോൾ അനുഗ്രഹം കിട്ടാനുള്ള ബേസിസ് നമ്മൾ മറന്നു പോകരുത്. ഒൺലി വൺ ബേസിസ് ആണ് ദൈവമായ കർത്താവിന്റെ സ്വരം ചെവിക്കൊണ്ട് അത് അനുസരിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടും. സിമ്പിളാണ്. നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ചെവിക്കൊണ്ട് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളെല്ലാം പാലിക്കുന്നതിൽ ശ്രദ്ധിക്കുമെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ നിനക്ക് വരും. അപ്പൊ ഇവിടെ അതിന്റെ ആ ഇമ്പോർട്ടൻസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, സ്വരം ചെവിക്കൊള്ളണം. ഈ എഴുതിയേക്കുന്ന കാര്യം വായിക്കണം എന്നുള്ളതല്ല. മീൻസ് വി ആർ ടു ബി അറ്റൻറ്റീവ് ടു ഹിസ് വോയിസ്. സ്വരം ചെവിക്കൊണ്ട് അവന്റെ കൽപ്പനകളെല്ലാം പാലിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. പാലിക്കുന്നതിൽ ശ്രദ്ധിക്കുമെങ്കിൽ. നോക്കാം, നമ്മള്
കർത്താവിലുള്ള ജീവിതം എന്ന് പറയുന്നത് നമുക്കൊരു ഇറസ്പോൺസിബിൾ ആയിട്ട് എന്തെങ്കിലും കേട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അവന്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ശ്രദ്ധിക്കുമെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ജനതകളുടെ മീതെ നിന്നെ അനുഗ്രഹിക്കും. ഡിഫറെന്റ് ആയിരിക്കണം. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമ്മൾ ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇന്ന്, കാരണം അത് ടോട്ടലി അതിനെ എന്താ പറയുന്നത്, മിസ്റെപ്രസെന്റ് ചെയ്തിട്ടേക്കുക ലോകത്തിൽ. കാരണം ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രസംഗിച്ചൊക്കെ അങ്ങനെയല്ല. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ല നമുക്ക് ഐശ്വര്യമില്ല. അതിന്റെ ബേസിസ് ഇവിടെ പറഞ്ഞേക്കുന്നത് അവന്റെ സ്വരം ചെവിക്കൊണ്ട് അനുസരിക്കുന്നതിൽ ശ്രദ്ധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തിയുടെ ജീവിതമാകട്ടെ, കുടുംബത്തിന്റെ ജീവിതമാകട്ടെ, സഭയാകട്ടെ, ദൈവത്തിന്റെ ശബ്ദത്തിന് ശ്രദ്ധ കൊടുക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തിന് ഊന്നൽ കൊടുക്കുന്ന, കർത്താവിന്റെ വചനത്തിന് മാത്രം പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സഭയെ ദൈവം അനുഗ്രഹിക്കും, വ്യക്തിയെ അനുഗ്രഹിക്കും, കുടുംബത്തെ അനുഗ്രഹിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, അത് ശ്രദ്ധിക്കുമെങ്കിൽ, ശ്രദ്ധയോടെ അനുസരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചേക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ. ദെൻ അതിന്റെ 15-ാം സെന്റൻസോടെ വായിക്കും. ഈ രണ്ട് കാര്യം വായിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ബ്രീഫ് ആയിട്ടുള്ള മെസ്സേജ് കിട്ടും. അതിന്റെ 15-ാം സെന്റൻസ് വായിക്കുമ്പോൾ വായിക്കാം. എന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ചെവിക്കൊള്ളാതിരിക്കുകയോ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുന്നതിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്താൽ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ വന്നുകൂടും. കണ്ടോ? അപ്പൊ നമുക്ക് വളരെ ബ്രീഫാണ്. അനുഗ്രഹത്തിന്റെ മുഖാന്തരം കർത്താവിന്റെ വചനം എങ്ങനെ വെറുതെ അല്ല, ശ്രദ്ധിക്കുമെങ്കിൽ. കാരണം എനിക്ക് ഇനി എന്താണ് അനുസരിക്കാനുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എന്നും രാപകൽ ശോധന ചെയ്ത്, നമ്മൾ 1-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ രാപകൽ ശോധന ചെയ്ത് ഇനി എനിക്ക് എന്താണ് കറക്റ്റ് ചെയ്യാനുള്ളത്, എന്താണ് അനുസരിക്കാനുള്ളത്, അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണെങ്കിൽ nobody can stop the heavenly blessings in our life. അതിന്റെ ഓപ്പോസിറ്റ് ഓർത്തിരിക്കണം. ദൈവത്തിന്റെ വചനത്തെ അവഗണിച്ചാൽ, ദൈവത്തിന്റെ വചനത്തോട് അനാദരവ് കാണിച്ചാൽ തീർച്ചയായിട്ടും ആ അൺബ്ലസ്സിങ് അല്ലെങ്കിൽ ബ്ലസ്സിങ് ഇല്ലാത്ത ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് ദൈവത്തിന്റെ വചനത്തോട് അനാദരവ് കാണിച്ചേക്കുന്ന ആദ്യത്തെ വ്യക്തി ഈവ അല്ലെ? ദൈവത്തിന്റെ വചനത്തോട് അനാദരവ് കാണിച്ചു. അതായത് യു മേ ഡൈ, കർത്താവ് യു സർട്ടൻലി യു വിൽ ഡൈ എന്ന് പറഞ്ഞിട്ട് യു മേ ഡൈ പറഞ്ഞു, പിന്നെ ആഡ് ചെയ്തു അത് തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തോട് അനാദരവ് കാണിച്ചിടത്തെല്ലാം നാശം ഉണ്ടായിട്ടുണ്ട്. ഈവിന്റെ ആ കുടുംബം നശിച്ചു, അതിൽ പിന്നീട് വന്ന എല്ലാം നാശമായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ദാവീദിനൊരു ദീപം കെടാതെ നിലനിർത്തുന്ന റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുന്നുണ്ട്. പല രാജാക്കന്മാരും പാപം ചെയ്യുമ്പോഴും നമ്മൾ വായിക്കുന്നത് എന്താ? ദാവീദിനോടുള്ള വാഗ്ദത്തത്തെ കരുതി ഒരു ദീപത്തെ വായിക്കുന്നല്ലേ എന്നും. സോളമൻ പാപം ചെയ്തപ്പോഴും സ്ഥലമൊന്നും എടുക്കുന്നല്ല. കാരണം ഈ ദൈവവചനത്തോടുള്ള ആദരവും അനാദരവുമാണ് ശാപത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരം എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. 1 Kings 11 നോക്കിയോ. അതെ, അതും തുടങ്ങി വായിക്കുന്നെങ്കിലോ. അതായത് സോളമൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോ, അതെ 13 അല്ല, ഒരു 13 രാജ്യം മുഴുവനായി ഞാൻ നീക്കിക്കളയുകയില്ല. എന്റെ ദാസനായ ദാവീദിനെ കരുതിയും ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലേമിനെ കരുതിയും ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ പുത്രന് നൽകും. പിന്നീട് ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ യെറോബയാമിനോട് വായിച്ചു കൊടുത്തിട്ട് 30 തുടങ്ങി വായിക്കുമ്പോൾ, അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ ഉടുപ്പ് ഊരി 12 കഷ്ണങ്ങളായി കീറി പ്രവാചകൻ യെറോബയാമിനോട് പറഞ്ഞു, ഇതിൽ 10 കഷ്ണം നീ എടുത്തുകൊള്ളുക. കാരണം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ രാജ്യം സോളമന്റെ കയ്യിൽ നിന്ന് ഇതാ എടുത്തു മാറ്റാൻ പോകുന്നു. 10 ഗോത്രം ഞാൻ നിനക്ക് തരും. പക്ഷേ എന്റെ ദാസനായ ദാവീദിനെ കരുതിയും എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുമായി ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തെ കരുതിയും ഒരു ഗോത്രം. പിന്നീട് നമ്മൾ പല ചെയ്യുമ്പോഴും ദാവീദിനെ കരുതി നിലനിർത്തി. പക്ഷെ നമ്മൾ കാണുന്ന എപ്പോഴാണ് ഈ ദാവീദിന്റെ ആ ദീപത്തെ കെടുത്തി കളയുന്നത് ആരുടെ കാലത്ത് നമ്മൾ ചിന്തിക്കാറുള്ളതാണ്. യഹോയാക്കി. റീസൺ എന്തായിരുന്നു? ഇറവറൻസ് ടു ദി വേർഡ് ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇറവറൻസ് ടു ദി വേർഡ് ഓഫ് ഗോഡ് ദൈവം വളരെ ഗൗരവമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവരും ഭയപ്പെടുന്നവരും ആയിരിക്കണം. കാരണം ഈ 138-ാം സങ്കീർത്തനം എടുക്കുമ്പോൾ അതിന്റെ 2 വായിക്കുമ്പോൾ,
138 2 തുടങ്ങിയെന്ന് വായിച്ചപ്പോ നിന്റെ വിശുദ്ധ ആലയത്തിന്റെ നേരെ ഞാൻ തലകുനിക്കുന്നു. നിന്റെ അചഞ്ചല സ്നേഹയും പ്രതി ഞാൻ നിന്റെ തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നിന്റെ തിരുനാമത്തെയും തിരുവചനത്തെയും എല്ലാറ്റിലും ഉപരിയായി നീ മഹത്വം. നിന്റെ തിരുനാമത്തെയും ദി നെയിം ഓഫ് ദി ലോർഡ്. അതുകൊണ്ടാണ് ആ തിരുനാമത്തെ ദുരുപയോഗം മിസ്യൂസ് ചെയ്യരുത്. കർത്താവിന്റെ നാമത്തെ 10 കൽപ്പനയെ തന്നെ എഴുതിയില്ലേ, കർത്താവിന്റെ നാമത്തെ വൃഥാ പ്രയോഗിക്കരുത്. കർത്താവിന്റെ നാമം, ആ നാമത്തിന് അറ്റ് പാർ അല്ലെങ്കിൽ ഈക്വാലന്റ് ആണ് ദി വേർഡ് ഓഫ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തെയും നിന്റെ തിരുനാമത്തെയും തിരുവചനത്തെയും എല്ലാറ്റിലും ഉപരിയായി നീ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് യഹോയാക്കി ഇറവറൻസ് കാണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ദൈവത്തിന് തീരുമാനം മാറ്റേണ്ടി വന്നു. നമ്മൾ വായിക്കുന്ന ഏലിയോട് പറഞ്ഞു, നിന്റെ പൗരോഹിത്യം നിത്യമായിരിക്കുന്നു, ഞാൻ അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ ഞാൻ ഇപ്പോൾ പറയുന്നു മാറ്റിക്കളഞ്ഞു. ദാവീദിന് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ തലമുറകൾ വിശ്വസ്തത ആചരിക്കാതിരുന്നപ്പോൾ മാറ്റിക്കളഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിച്ചത് ഈ ശാപവും കഴുത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ദൈവവചനം അനുസരിക്കുന്നതിൽ ശ്രദ്ധിക്കുമെങ്കിൽ, അല്ലാതെ എങ്ങനെയെങ്കിലും ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള ദൈവവചന അനുസരണമല്ല. അതായത് കർത്താവ് പറഞ്ഞു വള്ളി പുള്ളിക്ക് മാറ്റം ഇല്ലാത്ത ഒരു കാര്യം ദൈവത്തിന്റെ വചനം. അതായത് വള്ളി പുള്ളി മാറ്റം വരുന്നതിനേക്കാൾ എളുപ്പം ആകാശം ഭൂമിയും അപ്രത്യക്ഷമാവുക. അപ്പൊ 28 1 2 നമ്മൾ വായിച്ചു, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നതിൽ ശ്രദ്ധിക്കുമെങ്കിൽ അനുഗ്രഹം വരും ജീവിതത്തിൽ. കാരണം ഈ അനുഗ്രഹം ശാപം ഒരു ഓൾഡ് ടെസ്റ്റമെന്റ് ടോപ്പിക് അല്ല. നമ്മളിപ്പോ ഗലേഷ്യൻസിലാണ് വായിച്ചത്. ശാപം നീങ്ങി ക്രിസ്തുയേശുവിലൂടെ ഉള്ള അനുഗ്രഹം, അബ്രാഹാമിന് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം. അബ്രാഹാമിന് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം ഏതാ? അല്ലെന്ന്, ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനെ നമ്മൾ കണ്ടിട്ടില്ല, ബൈബിളിൽ റിവീൽ ചെയ്തിട്ടില്ല. അതെ, പറീസ് പറഞ്ഞ ജെനിസിസ് 12 ഈ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ അത് വിസിബിൾ മണ്ഡലത്തിൽ വരേണ്ട കാര്യമാണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ എഴുതിയേക്കുന്നത്. വായിക്കുമ്പോ 12:1 തുടങ്ങി വായിക്കുമ്പോ, കർത്താവ് അബ്രഹാമിനോട് അരുൾ ചെയ്തു, നീ നിന്റെ ദേശത്തെയും നിന്റെ ബന്ധുക്കളെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക. നിന്നെ ഞാൻ വലിയ ഒരു ജനതയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്റെ നാമം മഹനീയമാക്കുകയും ചെയ്യും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നീ നിമിത്തം ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്താ ഇതാണ് അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാക്യം. നമുക്ക് നമ്മള് ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ രക്ഷയെ കുറിച്ച് പഠിക്കുന്നതിന് എക്സാമ്പിൾ ആയിട്ട് പഴയ നിയമത്തിൽ എഴുതിയേക്കുന്ന അല്ല, ന്യൂ ടെസ്റ്റാമെന്റിൽ എഴുതിയേക്കുന്ന അബ്രാഹത്തിന്റെ കേസ് അല്ലെ. റോമൻസ് 4 പോള്, അതായത് വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് അബ്രാഹാം. അപ്പൊ അബ്രാഹാം എല്ലാ കാര്യത്തിനും എക്സാമ്പിൾ ആണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. നോക്ക്, ഇപ്പൊ ഡ്യൂട്രോമി 28 എടുത്തിട്ടാണ് ഇന്നത്തെ എന്താ പറയുന്നത് കള്ളപ്രസംഗങ്ങളെല്ലാം വന്നേക്കുന്നത്. അതാക്കി തലയ നമുക്ക് അബ്രാഹത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹം നമ്മൾ എടുക്കുമ്പോൾ, അബ്രാഹത്തിന് ഈ ലോകത്ത് ഓരടി മണ്ണ് പോലും ദൈവം കൊടുത്തില്ല. വായിക്കുന്നല്ലേ, ആക്ട് 7 വായിക്കുന്നുണ്ട്. അപ്പോൾ അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മെറ്റീരിയൽ പ്രോസ്പെറിറ്റി. അതാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ അനുഗ്രഹത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും ശാപത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും ഒത്തിരി ലക്ഷ്യം തെറ്റി പോയേക്കുന്നതുകൊണ്ട് നമ്മൾ ആ ടോപ്പിക്ക് ടച്ച് ചെയ്യാതെ പോയാൽ ശരിയാകത്തില്ല. കാരണം അബ്രാഹത്തിന് ദൈവം നൽകിയേക്കുന്ന വാഗ്ദത്തം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിൽ, നമ്മുടെ ഇടയിൽ വെളിപ്പെടേണ്ടിയിരിക്കുന്നു. കൊടുത്തേക്കുന്ന അനുഗ്രഹം ഇതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര നല്ല അനുഗ്രഹം നോക്ക്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ നാമം മഹനീയമാക്കും. നമുക്ക് ദൈവാനുഗ്രഹമുള്ള കുടുംബം അല്ലെങ്കിൽ ദൈവാനുഗ്രഹമുള്ള വ്യക്തി എന്ന് പറയുന്നത് ആരെ ഇഷ്ടപ്പെടാതെ, ആരെ കാക്ഷിക്കാത്ത, എല്ലാവരും കാക്ഷിക്കേണ്ടതുമാണ്. അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പൊ നമ്മുടെ പേഴ്സണൽ ലെവലിലോട്ട് വരുമ്പോൾ നമ്മൾ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടാൻ മുഖാന്തരമായി തീരുന്നു. അല്ലെ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷമായി തീരുന്നു. നമ്മുടെ സാന്നിധ്യം നമ്മൾ മുഖാന്തരം നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും ഈ അബ്രാഹത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു പങ്ക് കിട്ടേണ്ടതാണ് നമ്മൾ മുഖാന്തരം. കാരണം അബ്രാഹത്തിന്റെ അനുഗ്രഹം ക്രിസ്തുയേശു വഴി ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. നമ്മളത് പ്രാപിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതില് നീ നിമിത്തം ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. അറ്റ്ലീസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ മുഖാന്തരം ആരെങ്കിലുമൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ
we are inheriting a part of the blessing of Abraham. അപ്പൊ ഇതില് let us go back to അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരിക്കേണ്ട, അബ്രാഹത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ് അല്ല, സ്പിരിച്വൽ ബ്ലെസ്സിങ് ആണ് മെയിൻലി. അതുകൊണ്ടാണ് ഗലേഷ്യൻസിൽ അബ്രാഹത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞേക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എല്ലാ ബ്യൂട്ടിയുടെ ആത്മാവ്, എല്ലാ ഐശ്വര്യം വരും, എല്ലാ അനുഗ്രഹവും വരും. പരിശുദ്ധാത്മാവാണ് ഈ ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്നത്. ഭൂമിയുടെ ആദ്യം നമ്മൾ കാണുന്ന ഇരുട്ടും രൂപരഹിതമായിരുന്ന ഭൂമിയുടെ മേല് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും വ്യാപരിച്ചു കഴിഞ്ഞപ്പോ 1, 2, 3, 4, 5, 6 6-ാം ദിവസം ആയപ്പോഴത്തേക്കും എല്ലാം ഐശ്വര്യമുള്ളതായി തോന്നുന്നു. അതാ നമ്മൾ അതിനുവേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാ. നമ്മൾ ഈ 1 Peter 3 എടുക്കുമ്പോ Peter 3 8 തുടങ്ങി വായിക്കുമ്പോൾ നോക്കും. അവസാനമായി നിങ്ങൾ എല്ലാവരും ആത്മീയമായ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും ദയാർദ്രമായ ഹൃദയവും വിനീതമായ മനസ്സുമുള്ളവരായിരിക്കട്ടെ. തിന്മയ്ക്ക് പകരം തിന്മയോ പരിഹാസത്തിന് പകരം പരിഹാസമോ നൽകരുത്, മറിച്ച് അനുഗ്രഹിക്കുക. ഇതിനാണ് ഇങ്ങനെ അനുഗ്രഹം നേടാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതെ, we are called to inherit the blessings. അല്ല ശാപത്തിൽ ജീവിക്കാനോ ശാപം ഇൻഹെറിറ്റ് ചെയ്യാനോ അല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. ക്രിസ്തു യേശുവിലൂടെയുള്ള വിളി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഇൻഹെറിറ്റ് ബ്ലെസ്സിങ്സ്. അനുഗ്രഹം ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിന്മയ്ക്ക് പകരം തിന്മയോ അപ്പൊ നമ്മൾ അനുഗ്രഹം ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ ശാപമാണ് പോണെങ്കിൽ റിവീൽഡ് ആയിട്ടുള്ള വേ ഉണ്ട്. ആ വേയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ അനുഗ്രഹം നമുക്ക് കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ദെൻ ഈ റോമൻസ് 12:17 വായിക്കുമ്പോൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, എല്ലാവരുടെ ദൃഷ്ടിയിലും 12:14 നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ വായിച്ചു. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഈ അനുഗ്രഹം ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പത്രോസിൽ വായിച്ചു, നമ്മളെ പീഡിപ്പിക്കുന്നവരെ തിരികെ പീഡിപ്പിച്ചാൽ നമുക്ക് അനുഗ്രഹം കിട്ടത്തില്ല. അപ്പൊ ഇതില് ഈ അനുഗ്രഹവും ശാപവും എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ന്യൂ ടെസ്റ്റാമെന്റിൽ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതില് ഡ്യൂട്രോമിലേക്ക് തിരികെ പോവാം. ഡ്യൂട്രോമി 27 ശാപത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ നിയമത്തിലൂടെ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ഇതെന്ന് പറയുന്നത് നിയമത്തിൽ എഴുതി കിട്ടിയെന്നുള്ളൂ. ഇത് എഴുതാതെ തന്നെ ലോകത്തിൽ പ്രിവലന്റ് ആയിരുന്ന കാര്യങ്ങൾ എഴുതി കിട്ടിയത് നമ്മൾ വായിക്കുന്നതാണ്. ലോ ഈസ് ഗിവൺ ആസ് ആൻ അഡീഷൻ. ഓർക്കുന്നോ? അല്ലല്ല, അതായത് നിയമം നമുക്കൊരു അഡീഷണൽ എന്താ പറയുന്നത് ലിവറേജ് ആയിട്ട് കിട്ടി. ഓൾറെഡി ഇത് ലോകത്തിലുണ്ട്. നമ്മൾ വായിക്കുന്നത് റോമൻസ് 12 അവരുടെ മനസാക്ഷിയില് അവരുടെ മനസ്സിൽ ഇത് എഴുതപ്പെട്ടിരിക്കുന്നതായിട്ട് അവര് വെളിപ്പെടുത്തുന്നുണ്ടല്ലേ. അവരുടെ മനസാക്ഷി അത് സാക്ഷ്യം പറയുന്നുണ്ട്. അതായത് തെറ്റ് ചെയ്യുമ്പോൾ ഒരു ഗിൽറ്റി കോൺഷ്യൻസും ശരി ചെയ്യുമ്പോൾ ഒരു സന്തോഷം വന്നുകൊണ്ട് മനസാക്ഷി ഇതിൽ നിന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം നമ്മൾ വായിക്കുന്നില്ലേ, കാരണം ഈ മനസാക്ഷി അനുസരിച്ച് മനുഷ്യൻ ജീവിക്കുന്നു പ്രതീക്ഷിച്ചു, അങ്ങനെ ഇല്ലാതെ വന്നപ്പോ ഇത് ഒരു അഡീഷൻ ആയിട്ടാണ് എഴുതി തന്നത്. അത് യഹൂദർക്ക് എഴുതി കിട്ടി. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന യഹൂദർക്ക് എന്താണ് മേന്മ, എല്ലാ നിയമവും ഇതെല്ലാം അവർക്ക് കിട്ടി. അതായത് അതിനു മുമ്പേ ഈ സാധനങ്ങളുണ്ട്, അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഡ്യൂട്രോമി 27 അതിന്റെ ഒരു വകഭേദങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ശാപവുമായിട്ടുള്ള ബന്ധത്തില് ഫസ്റ്റ് കാര്യം ഇത് ദൈവവുമായിട്ടുള്ള ബന്ധത്തില് ശാപം വരുന്നു. അതില് 27 15 തുടങ്ങി വായിക്കും. 1 by 1 ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അത് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ആദ്യം എഴുതിയേക്കുന്നത് കർത്താവ് കഠിനമായി വെറുക്കുന്നതും ശില്പിയുടെ കരവേലയുമായ കൊത്തുരൂപമോ വാർപ്പ് രൂപമോ ഉണ്ടാക്കി എന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. പിന്നീട് പറയുന്നത് ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന
ദൈവത്തെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ഈജിപ്റ്റ് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒത്തിരി ദൈവങ്ങളെ കുറിച്ച് പറയും. അപ്പൊ അവിടെ പിൻ പോയിന്റ് ചെയ്തത് ദൈവമാണ്. ഇസ്രായേൽക്കാരെ അടിമ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം മീൻസ് ഇസ്രായേൽക്കാരുടെ ദൈവം, അല്ലെങ്കിൽ ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം. രണ്ടാമത് മുകളിൽ ആകാശത്തിലെ ഭൂമിക്കടിയിലും ഭൂമിയിലുള്ള യാതൊന്നിന്റെയും രൂപമോ സാദൃശ്യമോ ഉണ്ടാക്കുകയോ അവയ്ക്ക് മുമ്പിൽ തല കുനിക്കുകയോ പിന്പിടുകയോ ചെയ്യരുത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ സത്യദൈവത്തെ അല്ലാതെ വേറെ ഏത് ദൈവത്തെ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്നവരുടെ മേലെ എന്തുണ്ട്? ശാപമുണ്ട്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് കോസ്. അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ കീഴേക്കുള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യവും. പക്ഷെ പലപ്പോഴും മനുഷ്യൻ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ടോപ്പിക്കാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. ഇപ്പൊ നോക്കി, ഇപ്പൊ യഹൂദര് ഇന്ന് അവര് വർഷിപ്പ് ചെയ്യുന്ന ദൈവം ബൈബിളിലെ ദൈവമാണോ? അല്ല. കർത്താവ് പറഞ്ഞു പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന ആ ത്രിയേക ദൈവത്തെ അല്ലാതെ അതിൽ നിന്ന് എന്തെങ്കിലും അഡീഷനോ ഡിലീഷനോ ഡിപ്ലീഷനോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ശാപഗ്രസ്തരാണ്. അതാണ് ആദ്യത്തെ കോസ് ഫോർ കഴ്സ്. ഇതാണ്. അപ്പൊ വിഗ്രഹത്തെ വെക്കുന്നവരുണ്ട്. ഇപ്പോൾ കത്തോലിക്കർക്കാണെങ്കിൽ വിഗ്രഹമുണ്ട്, യാക്കോബക്കാർക്ക് വിഗ്രഹമുണ്ട്, ഈ ചിലർ വിഗ്രഹം വെക്കത്തില്ല. അറ്റ് ദി സെയിം ടൈം ഈ ബൈബിളിലെ യേശു ക്രിസ്തു അല്ലെ ബൈബിളിലെ ദൈവം, ആ ദൈവത്തിൽ നിന്ന് ചിലര് വേറൊരു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ ശാപമുണ്ടോ? എഴുതിയേക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഗലേഷ്യൻസ് 1:10 തുടങ്ങി വായിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആരൊക്കെ ശാപഗ്രസ്തരാണ്, നമ്മൾ ശാപഗ്രസ്തരായിരുന്നു, തികച്ചും നമ്മളെല്ലാവരും അതിൽ നിന്ന് കർത്താവ് നമ്മളെ വിടിച്ചു. ഗലേഷ്യൻസ് 1:10 വായിക്കുമ്പോൾ അറിയാവുന്ന തുടങ്ങിയായിരുന്നു. ആ സ്ഥലം വായിച്ചു 8 തുടങ്ങിയെന്ന് വായിക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് ആഗതനായ ഒരു മാലാഖ തന്നെയോ നിങ്ങളോട് ഞങ്ങൾ പ്രസംഗിച്ചിട്ടുള്ള സുവിശേഷത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുകയാണെങ്കിൽ അയാൾ അഭിശപ്തനാകട്ടെ. ഞങ്ങൾ മുമ്പ് പറഞ്ഞത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി മറ്റൊരു സുവിശേഷം ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിക്കുകയാണെങ്കിൽ അയാൾ അഭിശപ്തനാകട്ടെ. അപ്പൊ നമ്മള് യേശു വിശ്വസിക്കുമ്പോഴത്തേക്ക് പോകുന്നു വിചാരിക്കരുത്, ശാപം നീങ്ങണമെങ്കിൽ. അതുകൊണ്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുന്നത്. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം, യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ആ ത്രിയേക ദൈവം യോഹന്നാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇനിയിപ്പോ ക്രിസ്തു യേശുവിലേക്ക് വന്നു ഏതെങ്കിലും സുവിശേഷം വിശ്വസിച്ച ശാപത്തിൽ നിന്ന് രക്ഷ കിട്ടുമെന്നോ? ഇവിടെ പ്രത്യേകം പറഞ്ഞേക്കുവാണ്, ഈ അപ്പസ്തോലന്മാർ പ്രസംഗിച്ചതല്ലാത്ത വേറൊരു സുവിശേഷം. അങ്ങനെ ഒരു സുവിശേഷം നമുക്ക് അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ച ദൈവത്തെ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിന്റെ പുറകെ പോകുന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ലോകം മുഴുവൻ സുവിശേഷ പ്രസംഗം കേട്ടോണ്ടിരിക്കുക, എവിടെ ചെന്നാലും സുവിശേഷ പ്രസംഗം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എത്ര വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് ആലോചിച്ച് നോക്കുക. ഈ അപ്പസ്തോലന്മാർ പറഞ്ഞ അതേ സുവിശേഷമാണോ നമ്മൾ വിശ്വസിക്കുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ വചനം നല്ലപോലെ സമയം ചെലവഴിച്ച് അല്ലെങ്കിൽ ദൈവകൃപയിൽ പഠിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ സുവിശേഷത്തിന്റെ പുറകെ പോകും. നോക്കി, ഇന്ന് എന്തെല്ലാം നൂറ്റാണ്ടുകളിലൂടെ അനേക സുവിശേഷങ്ങൾ വന്നിട്ടുണ്ട്. ലിബറേഷൻ സുവിശേഷം വന്നിട്ടുണ്ട്, ഇപ്പൊ പ്രോസ്പെറിറ്റി. ഇതിന്റെ എല്ലാം അടി പോകുന്നൊരു ശാപഗ്രസ്തരാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഈ ശാപത്തിന്റെ ഫസ്റ്റ് ചാനല് ദൈവവുമായിട്ടുള്ള ബന്ധത്തില. ഇവിടെ പറഞ്ഞേക്കുന്നു, പോൾ പറഞ്ഞേക്കുവാണ്, വേറൊരു സുവിശേഷം ഉണ്ടെന്നല്ല. വേറൊരു സുവിശേഷം ഉണ്ടോ? ഇല്ല, ഒറ്റ സുവിശേഷം ഉള്ളൂ. എന്നാല് ഞാൻ മറ്റൊരു സുവിശേഷം ഉണ്ടെന്നല്ല ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വികലമാക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വികലമാക്കാനുള്ള അറ്റംപ്റ്റ് പിശാച് മനുഷ്യരിലൂടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പിശാച് രണ്ട് രീതിയിൽ അലർന്ന സിംഹമായിട്ടും വെളിച്ച ദൂതനായിട്ടും വരും. ഈ അലർന്ന സിംഹമായിട്ട് വന്ന് അധികം നാശം ചെയ്തിട്ടില്ല, ക്രിസ്ത്യാനിറ്റിക്ക് അധികം നാശം ചെയ്തിട്ടില്ല പിശാച്. ഈ വെളിച്ചദൂതനായിട്ട് വരുമ്പോഴാണ് പ്രശ്നം. കാരണം എല്ലാം കർത്താവിന്റെ സുവിശേഷമായിട്ട് തന്നെ. കർത്താവ് പറഞ്ഞു, ഈ കള്ളപ്രവാചകന്മാര് എങ്ങനെ വരും എന്നാണ് കർത്താവ് പറഞ്ഞത്? ആടിന്റെ തോലിട്ടേ വരുള്ളൂ. അപ്പൊ തിരിച്ചറിയാൻ പറ്റത്തില്ല. കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഡിസേൺമെന്റ് ഇല്ലെങ്കിൽ നല്ലതാണെന്ന് തോന്നുള്ളൂ. അത്ര ഒരു ഡേഞ്ചറസ് ഒരു സിറ്റുവേഷനാണ് നമുക്കുള്ളത്.
അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് വേറൊരു സുവിശേഷം ഉണ്ടെന്നല്ല, എന്നാൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വികലമാക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഞങ്ങളിൽ ആരെങ്കിലുമോ, കാരണം ദേമാസി കൂട്ടത്തിലുള്ള ആൾ പിന്നീട് മാറിപ്പോയി ഇല്ലേ, അതുകൊണ്ടാണ് പോൾ പറയുന്നത് ഞങ്ങളിൽ ആരെങ്കിലുമോ സ്വർഗത്തിൽ നിന്ന് ആഗതനായ ഒരു മാലാഖ തന്നെയോ. അത് മാലാഖ സുവിശേഷം പറയുന്നതിനെ കുറിച്ച് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ക്വിസ, ഓപ്പൺ ക്വിസ്. അത് സുവിശേഷമാണോ? അത് എന്താ മംഗലവാർത്തയാണ്. മാലാഖ സുവിശേഷം പറയുന്നതിനെ കുറിച്ച് എവിടെയാ സിനി? മാലാഖ സുവിശേഷം പറയുന്നതിനെ കുറിച്ച് റെവലേഷനിലുണ്ട്, കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മയില്ല. വായിച്ചിട്ടില്ല? അവസാന ട്രിബുലേഷനിൽ മാലാഖ സ്വർഗത്തിൽ നിന്ന് സുവിശേഷം പറഞ്ഞതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിൽ സീ ലേറ്റർ. പക്ഷെ അതുകൊണ്ടാണ് പോളി പറഞ്ഞേക്കുന്നത് ഇനി മാലാഖ തന്നെ വന്നൊരു സുവിശേഷം പറയുകയാണെങ്കിൽ വായിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ഇതില് അതുകൊണ്ടാണ് ഈ ഒരു ടെർമിനോ അല്ലെ നമ്മൾ റെവലേഷനിലുണ്ട്. ഐ വിൽ ഷോ യു. ഞങ്ങൾ ആരെങ്കിലുമോ സ്വർഗത്തിൽ നിന്ന് ആഗതനായ ഒരു മാലാഖ തന്നെയോ നിങ്ങളോട് ഞങ്ങൾ പ്രസംഗിച്ചിട്ടുള്ള സുവിശേഷത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുകയാണെങ്കിൽ അയാൾ നമുക്ക് ശാപത്തിന്റെ നല്ലത് NIV വായിച്ചാൽ ലെറ്റ് ഹിം ബി കഴ്സ്ഡ് ബൈ ഗോഡ് എന്ന്. NIV ഉള്ള പിള്ളേർ വായിക്കാം ഈ 8ാം സെന്റൻസ്. But even if we or an angel from heaven should preach a gospel other than the one we preach to you, let them be under God's curse. Let them be under God's curse. നമ്മളിത് എത്ര ചിന്തിച്ചാലും നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. കാരണം ഇന്ന് കംപ്ലീറ്റ് മോഡിഫൈഡ് ഗോസ്പെല. ചിലത് പഠിപ്പിക്കും ഒന്ന് രക്ഷിക്കപ്പെട്ട പിന്നെ എങ്ങനെ ജീവിച്ചാലും സ്വർഗത്തിൽ പോവും, വേറെ ചിലത് പഠിപ്പിക്കും, ചിലത് ഇതിനോട് ആഡ് ചെയ്യും, ചിലത് ഇതിന് കുറയ്ക്കും. ടോട്ടലി ഡേഞ്ചറസ് ആയിട്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ദൈവകൃപയിൽ നിന്ന് ഇത്തിരി സ്ലിപ്പ് ചെയ്തു പോയാൽ നമ്മൾ ഇതിന് തെറ്റിപ്പോകും. അതാണ് നമ്മൾ അറിയേണ്ടത്. അതവിടെ പൗലോസ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് 6ാം സെന്റൻസിൽ ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ച ദൈവത്തെ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് മറ്റൊരു സുവിശേഷത്തിലേക്ക് പോകുന്നു. അപ്പൊ ഈ കൃപയിൽ നിന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ച ദൈവത്തെ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് മറ്റൊരു സുവിശേഷത്തിന്റെ പുറകെ പോകുന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ദൈവവചന പഠനം കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ സത്യസുവിശേഷത്തിൽ നിൽക്കാൻ പറ്റില്ല. സത്യസുവിശേഷത്തിൽ നിൽക്കണമെങ്കിൽ എന്ത് നിൽക്കണം? കർത്താവിന്റെ കൃപയിലായിരിക്കണം. കർത്താവിന്റെ കൃപയിൽ നിൽക്കണമെങ്കിൽ എന്ന് ഹമ്പിളായിരിക്കണം. അല്പം അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ തന്നെ എല്ലാ പൊട്ടത്തരങ്ങളും പറയാനും പഠിപ്പിക്കാനും തുടങ്ങും. ഈ ഒരു ചാപ്റ്ററിലെ ബുക്ക് ഏതാ ബൈബിളിലെ? ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒബേദ്യ 1:3 വായിക്കുമ്പോ ഒന്ന് വായിക്കും. അപ്പൊ ഇംഗ്ലീഷ് ഒന്ന് വായിക്കും. അതെ, അപ്പൊ പറഞ്ഞു. അപ്പൊ ഈ ഡിസെപ്ഷൻ വരുന്ന എപ്പോഴാ? അതായത് കൃപയെന്ന് പോകുന്ന എപ്പോഴാ? ഒള്ളി അഹങ്കാരം വരുമ്പോൾ മാത്രം. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പിന്നാലെ പോയേക്കുന്ന സകല മനുഷ്യനും ദൈവത്തിന്റെ മുമ്പിൽ എങ്ങനെയാണ്? പ്രൗഡാണ്. നമ്മൾ ഈ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് അവർ പ്രൗഡ് ആയിരിക്കത്തില്ല. അതുപോലെ നമ്മൾ എന്നും ചിന്തിക്കുന്ന കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറയുന്നത് ദൈവവചനത്തോടുള്ള നിഷേധവും ഏറ്റവും വലിയ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഭയത്തോടെ ദൈവത്തെ അനുസരിക്കുന്നു. ഒബേദ്യ 1:3 അതായത് ദി പ്രൈഡ് ഓഫ് യുവർ ഹാർട്ട് ഹാസ് ഡിസീവ്ഡ് യു. ഇവിടെ നമ്മൾ കണ്ടു, ഈ കൃപയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് പോകും. നമ്മൾ ഭയത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ശാപത്തിന്റെ ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സുവിശേഷം ഇതിനോട് എന്തെങ്കിലും ആഡ് ചെയ്യുകയോ എന്തെങ്കിലും കുറയ്ക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ ശാപഗ്രസ്തരാ. ഡയറക്റ്റ് ആയിട്ട് എഴുതിയേക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ശാപത്തിന്റെ ഇതിൽ നിന്ന് അത് ദൈവം കാണിച്ചു കൊടുക്കും. നമ്മൾ ന്യൂട്രലായിട്ട് നോക്കിയാൽ ഈ കള്ള സുവിശേഷങ്ങളുടെ പിന്നാലെ പോകുന്നവരെല്ലാം ഇതില് ശാപത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞേക്കുന്ന ശാപങ്ങൾ അവരെ പിൻപറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും. കാരണം ദൈവം ഒരിക്കലും ആരുടെ നാശത്തിൽ സന്തോഷിക്കാത്തതുകൊണ്ട് ദൈവത്തിന്റെ ഡിസ്പ്ലഷർ എപ്പോഴും ദൈവം ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലും ചെയ്യും, എല്ലാവരുടെയും ജീവിതത്തിലും ചെയ്തുകൊണ്ടിരിക്കും. കാരണം അങ്ങനെയും മനുഷ്യര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതില് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക, ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് കഴിച്ചു വരുന്നത്. കഴിച്ചു പോകേണ്ടത് സത്യസുവിശേഷത്തിലൂടെയാണ്. സത്യസുവിശേഷത്തിൽ കള്ളം ചേർക്കുന്നതാണ് ശാപത്തിനുള്ള ഏറ്റവും വലിയ കോസ്.
കാരണം സുവിശേഷം നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാനുള്ളതല്ല. അതുകൊണ്ടാണ് മനുഷ്യന് നന്മ വരുന്നത് കർത്താവിന്റെ സുവിശേഷത്തിലൂടെയാണ്. അതുകൊണ്ട് പിശാചിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്താ? ഫസ്റ്റ് തിമോത്തി 4:1 എന്ന് വായിക്കുമോ രഞ്ജിത്ത്? ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, മലയാളം സെയിം തന്നെയാ. അല്ല, അതില് ഡെമോണിക് ഡോക്ട്രിൻ ആണ്. ഡോക്ട്രിൻ പറയുന്നത് റിലേറ്റഡ് ടു ഗോഡ്. Expressly said that in latter times some will depart from the faith, giving heed to deceiving spirits and doctrines of evil. കണ്ടോ, ഡോക്ട്രിൻസ് ഓഫ് ഡെമോൺസ്. അപ്പൊ നമ്മള് ഈ ദൈവത്തിന്റെ ഡോക്ട്രിനിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അന്ത്യകാലത്ത് എന്ത് കയറി വരും എന്ന് എഴുതിയേക്കുന്നത്? ഡോക്ട്രിൻ ഓഫ് ഡെമോൺസ്. എത്ര അതിഭയങ്കരമായിട്ടുള്ള ഒരു സീരിയസ് സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ദൈവത്തെ സേവിച്ച് ദൈവത്തിന്റെ അടുത്ത് ചെല്ലണമെങ്കിൽ. പക്ഷേ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ താണിരുന്നാൽ ദൈവം നമ്മൾ ഒരിക്കലും ഒരു തിന്മയ്ക്കും വിട്ടുകൊടുക്കുകയില്ല. അപ്പൊ ഇതില് ഫസ്റ്റ് തിമോത്തി 4 പറഞ്ഞ ഡോക്ട്രിൻ ഓഫ് ഡെമൺസ് വന്നിട്ട് അത് മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ അസത്യവാദികളുടെ കപടനാട്യങ്ങളിലൂടെയാണ്. അപ്പൊ ഇവർ അസത്യവാദികളാണ്. ഈ കപടനാട്യം എന്ന് പറഞ്ഞാൽ എന്താ? അത് കർത്താവ് പറഞ്ഞത്. അതായത് ആടിന്റെ തോല, പക്ഷെ അകത്തെന്താ? ചെന്നായ. അപ്പൊ കപടനാട്യങ്ങളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ രണ്ട് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് എക്സാമ്പിളും ബേസിക്കലി ഒരു കാര്യം തന്നെയാണ്. എന്ത് ടീച്ചിങ് വരും എന്നാ പറഞ്ഞിരിക്കുന്നത്? അല്ല, രണ്ടും ഒറ്റ മെസ്സേജ് തന്നെ. ആബ്സ്റ്റിനേഷൻ ആണ്. അതായത് എങ്കിൽ മാത്രമേ ഭക്തിയുടെ വേഷം കിട്ടത്തുള്ളൂ, വിളിച്ച ദൂതനാകത്തുള്ളൂ. അതേസമയം ശരി എല്ലാം ലാവിഷായിട്ട് എല്ലാം ചെയ്തപ്പോൾ ഇപ്പൊ വിവാഹത്തെ കുറിച്ച് ഒരു ടീച്ചിങ് കൊണ്ടുവരുവാന്നിരിക്കട്ടെ പിശാച്. എത്ര സ്ത്രീ വേണേലും കല്യാണം കഴിക്കാവുന്ന ഒരു ടീച്ചിങ് ന്യൂ ടെസ്റ്റമെന്റിൽ കൊണ്ടുവന്നാൽ വില പോകത്തില്ല. പോവോ? ഇല്ല. ഇപ്പൊ രണ്ടാമത് വർജന ഉപദേശം, ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണം എന്ന് ഉപദേശിക്കുക. അപ്പൊ അതിന് നല്ലൊരു ഭക്തിയുടെ ബാഹ്യരൂപമുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ പെന്തിക്കോസ്തുകാര് സ്വർണ്ണം ഇടരുത് എന്നുള്ള ടീച്ചിങ് ഉണ്ട്. അത് അപ്പൊ ചിലർ പറയുമ്പോ ഇത്തിരി ലിബറൽ ആയിട്ടുള്ളവർ പറയും അത് കുഴപ്പമൊന്നുമില്ല, ഇടേണ്ടവർക്ക് ഇടാം. പക്ഷേ ഇതൊരു ഡെമോണിക് ഡോക്ട്രിൻ ആണെന്ന് ആരും ഡിറ്റക്ട് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. വർജന ഉപദേശം എല്ലാം ഡെമോണിക് ഡോക്ട്രിനെ. കാരണം കൊളോഷ്യൻസിൽ പൗലോസ് പഠിപ്പിച്ചു, കൊളോഷ്യൻസ് 2 അതെ, ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഒരു ടീച്ചിങ് ഇല്ല. അപ്പം സ്വർണം എന്തു ആയിക്കൊള്ളട്ടെ, സ്വർണ്ണം എടുക്കരുത്. ഇപ്പൊ പന്നിയിറച്ചി നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് തിന്നാൻ പാടില്ല എന്ന് പഠിപ്പിച്ചാൽ അത് ഡെമോണിക് ഡോക്ട്രിനാണ്. അപ്പൊ ഈ പെന്തിക്കോസ്റ്റൽ ചർച്ചിലെ പെന്തിക്കോസ്റ്റൽ ബ്രദറിനൊക്കെ ഉണ്ട്, ഒത്തിരി ചർച്ചകാരുണ്ട്. ഇപ്പൊ അതിനേക്കാളൊക്കെ ആതങ്കവാദികളാണ് ഈ സിലോൺ പെന്തിക്കോസ്റ്റ്, അല്ലേ? കേട്ടിട്ടില്ലേ? അവർ കല്യാണം കഴിക്കത്തില്ല, സ്വർണവും ഇടില്ല, വെള്ളേ ധരിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള എല്ലാ എക്സ്റ്റേണൽ ടീച്ചിങ്ങിന്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ആരാ? പിശാചാണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ചില സ്വർണ്ണം ഇട്ടാലും കുഴപ്പമില്ല എന്നൊരാൾ പറയുവാണെങ്കിൽ നല്ല നോ, അതൊന്നും അല്ല. സ്വർണ്ണം ഇട്ടിട്ടില്ല എന്നുള്ളതൊന്നും അല്ല നമ്മുടെ ചിന്താ വിഷയം. ഇറ്റ്സ് എ ഡെമോണിക് ഡോക്ട്രിൻ. കൊളോഷ്യൻസ് 2 വായിക്കുമ്പോ അതിന്റെ 20 തുടങ്ങി വായിക്കുമ്പോ, ക്രിസ്തുവിനോടൊത്ത് പ്രാപഞ്ചികമായ ആദ്യ തത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മരിച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിലുള്ളവരായി ജീവിക്കുന്നത്? ലോകത്തിനുള്ളവരായിട്ട് ജീവിക്കുന്നു. എടുക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നിങ്ങനെയുള്ള അതിന്റെ നമ്മൾ കാണുന്നതൊക്കെ. അപ്പൊ ഇതില് എടുക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നിങ്ങനെയുള്ള അതിന്റെ അനുശാസനങ്ങൾക്ക് നിങ്ങൾ എന്തിനു വഴങ്ങണം? അപ്പൊ ഇതിന് വഴങ്ങുന്ന ആൾക്കാര് ക്രിസ്തുവിനെ കുറിച്ചുള്ള ബാലപാഠങ്ങൾ പോലും ഗ്രഹിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ ഈ സ്വർണത്തെ കുറിച്ചൊക്കെയുള്ള ഈ ടീച്ചിങ് നമുക്ക് ആരും സ്വർണ്ണം ഇട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് ബാധകമല്ല. അറ്റ് സെയിം ടൈം നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം ചിന്തിച്ചതാ, ഗലേഷ്യൻസില് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വികലമാക്കാൻ ഉദ്യമിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മള് ഇപ്പോ ആരെങ്കിലും പെന്തിക്കോസ്റ്റ് ചർച്ചയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരാൻ ആഗ്രഹിക്കുവാണെങ്കിൽ, കാതുകുത്തിയ സ്ത്രീകളാണെങ്കിൽ കമ്മലിട്ടാല് നമ്മുടെ ചർച്ചില് എല്ലാവരും സ്വർണ്ണം ഊരിയാല് അഡ്മിഷൻ കൊടുക്കുന്നത് പോലെ നമ്മൾ സ്വർണ്ണം ഇട്ടാലേ അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ചൊരു വികലമാക്കും, തെറ്റിദ്ധാരണ പരത്തും. വല്ലാത്തൊരു പാപ. കർത്താവിന്റെ സുവിശേഷത്തിനെതിരെ പാപം ചെയ്യുന്നതിനേക്കാൾ വലിയ പാപം ഒന്നുമില്ല. കാരണം
കർത്താവിന്റെ മരണം അതായിരുന്നു ബൈബിളിന്റെ കേന്ദ്രബിന്ദു. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ചർച്ചിൽ വരുന്ന ആൾക്കാർ ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കുമല്ലോ എല്ലാം. അപ്പൊ ചെല്ലുമ്പോ കാതുകുത്തിയ ഒരാളോട് എന്താ കമ്മലിടാത്തെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അല്ല, വിശ്വാസത്തിലോട്ട് വന്നപ്പോ മാറിയതെന്നോ വി ആർ ടു ബേൺ അഗൻസ്റ്റ് ഇറ്റ്. കർത്താവിന്റെ സുവിശേഷത്തെ വികലമാക്കുന്നതിനെതിരെ എന്ന പൗലോസ് പറയുന്ന പോലെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ പറയുന്നു, ഞാൻ മികച്ച ദാസനാണ് എന്ന് ഭ്രാന്തോടെ പറയേണ്ട ഒരു കാര്യം. കാരണം നമ്മുടെ ഇടയിൽ അറ്റ്ലീസ്റ്റ് ആരും വിശ്വാസത്തിലോട്ട് വന്നപ്പോൾ സ്വർണ്ണൂരി എന്ന് പറയുന്നു ആർക്കും വി ഷുഡ് എന്താ പറയുന്നത്, പൗലോസ് വ്യഭിചാരം ചെയ്തവനെ പുറത്താക്കിയ പോലെ പുറത്താക്കണം അതിന്. കാരണം ഇത് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വികലമാക്കാൻ ആർക്കും ഒരു റൈറ്റും ഇല്ല. 1 കൊരിന്ത്യർ 15 അധ്യായം എടുക്കുമ്പോൾ പൗലോസ് റിസറക്ഷനുമായിട്ടുള്ള ബന്ധത്തില് അതിന്റെ 15-ാം സെന്റൻസിൽ ആ ഒരു സെന്റൻസ് മാത്രം വായിച്ച് നമുക്കൊരു മെസ്സേജ് കിട്ടും. ഒന്ന് വായിക്കുമ്പോ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ദൈവം ഉയർപ്പിക്കാത്ത ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് സാക്ഷ്യം വഹിക്കുക മൂലം ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. അതെ, അപ്പൊ അവിടെ പോളിന്റെ കൺസേൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സീരിയസ് ക്രൈം. അപ്പൊ നമ്മുടെ ജീവിതത്തില് നോക്ക്, അതുകൊണ്ട് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, തിമോത്തിയോസ് പൗലോസുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ സ്പിരിച്വലി പൗലോസിന്റെ മകനാണ്, വിശ്വാസത്തിൽ എന്റെ നിജപുത്രൻ എന്നാ പറയുന്നത്. അപ്പൊ തിമോത്തി ആ ഒരു പൗലോസിന്റെ പരിജ്ഞാനത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തിമോത്തിക്ക് ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, എന്താ? വീഞ്ഞ് തൊടില്ല. അപ്പൊ ഇത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പോയില്ലെങ്കിൽ വീഞ്ഞ് തുടരുതെന്നൊക്കെ പഠിപ്പിക്കുന്നത് ഡെമോണിക് ഡോക്ടറിനാന്ന് പറഞ്ഞ് വീഞ്ഞ് തൊടാൻ പോയി അവസാനം അഡിക്റ്റഡ് ഡ്രങ്കാർഡായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെയുള്ളൊരു തൊടായിരിക്കുന്ന നല്ലത്, അതല്ല നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ക്രിസ്ത്യൻ ഡോക്ട്രിൻസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ പോൾ പറയാണ് സുവിശേഷത്തെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നവരാവുക. സെയിം വേ അവിടെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വികലമാക്കുക. നമുക്കറിയാവുന്ന കാര്യം, നമ്മുടെയൊക്കെ കൾച്ചറിൽ ഇപ്പൊ പലപ്പോഴും ഈ സ്വർണ്ണ മൂരില്, കാരണം അത് ഡെമോണിക് ഡോക്ടറിന്റെ പാർട്ടായതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അല്ല, സ്വർണ്ണം ഇട്ടില്ല എന്നുള്ളതല്ല. അതുപോലെ ഭക്ഷണം വർദ്ധിക്കുന്നത് നമുക്ക് ആസ് എ കാത്തലിക് വെള്ളിയാഴ്ച ഇറച്ചി തിന്നാൻ പാടില്ല എന്നുള്ള ഡോക്ടറിൻ ഞാൻ അനുസരിച്ച് ജീവിച്ചിട്ടുള്ള ആളാണ്. ബാക്കിയുള്ള എല്ലാവരും വെള്ളിയാഴ്ച ഇറച്ചി തിന്നുമ്പോൾ ഞാൻ തിന്നില്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് സെലസ് ഫോർ ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ മാത്രം വെള്ളിയാഴ്ച ഇറച്ചി തിന്നില്ലായിരുന്നു. കാരണം കർത്താവിനെ കുറിച്ച് തീഷ്ണത ഉണ്ടായിരുന്നുകൊണ്ടാണ്. അപ്പൊ എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഇവിടെ സ്വർണ്ണം ഇടരുത് എന്നുള്ള ടീച്ചിങ് പിശാചിന്റെ ഡോക്ടറിനാണെന്ന് ഈ പെന്തിക്കോസ് ചർച്ചിലെ എലൈറ്റ് ആയിട്ടുള്ള അതിലെ വലിയ സുവിശേഷകർ പോലും അറിയത്തില്ല. അതുകൊണ്ട് അവർ മാക്സിമം പറയാം അതൊക്കെ നമുക്ക്, ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നത് നമുക്കിപ്പോ അത്ര ആവശ്യമുള്ള കാര്യമൊന്നും അല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാ അതിനൊക്കെ പോകുന്നത്? നമുക്ക് എത്ര പേർക്ക് സ്വർഗരാജ്യം അടച്ചു കളഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ. അതായത് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വികലമാക്കുക എന്നുള്ളത് ആരുടെ ഡിക്ലെയർഡ് പോളിസിയാണ്? പിശാചിന്റെ ഡിക്ലെയർഡ് പോളിസി. അത് സ്വർണ്ണം ഇടുന്ന കാര്യമായാലും ഇടാത്ത കാര്യമായാലും അല്ലെങ്കിൽ വെള്ളവസ്ത്രം ധരിക്കണം എന്നുള്ള കാര്യമായാലും. നമുക്കിപ്പോ ഒരു സിലോൺ പെന്തിക്കോസിലെ എല്ലാവർക്കും പരിചയം ഉണ്ടോന്ന് അറിയത്തില്ല, അവിടുത്തെ സുവിശേഷകരുണ്ട്. അവിടുത്തെ സ്ത്രീകൾ ഇവിടം വരെ ഇങ്ങനെയുള്ള ഒരു വെള്ളയിട്ട് ഇങ്ങനെ കഴുത്തിന് കുടുക്കൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു അവിടുത്തെ എന്താ പറയുന്നത്, അവര് സഹോദരൻ സഹോദരി എന്നൊക്കെ പറയുന്നത്. അവർ സുവിശേഷം പറയാൻ ഒരു സാധാരണ കത്തോലിക്ക കുടുംബത്തിലേക്ക് കയറി വന്നാല് അവിടുത്തെ ഒരു കത്തോലിക്ക ഒരു ഹൗസ് വൈഫിന്റെ ആദ്യത്തെ ആഗ്രഹം എന്തായിരിക്കും? സിനി കണ്ടിട്ടില്ല, സിനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ലിസിക്ക് കുറച്ച് അറിയായിരിക്കും. ഈ ലിസിക്ക്, തോമസിന്റെ ലിസിക്ക് കുറച്ച് അറിയായിരിക്കും. അല്ല, എന്താണേലും ഇവര് പറയുന്നത് ആത്മാവിന്റെ രക്ഷയെ കുറിച്ചാണ്. എന്താണേലും ഒന്ന് കേട്ടിട്ടേ കാര്യമുള്ളെന്ന് വിചാരിക്കുമോ? എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കും. ദാറ്റ് ഈസ് എ കണ്ടീഷൻ. ഇപ്പൊ െ കുറിച്ചുള്ള സാക്ഷി അതാ, ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ദൂഷ്യം അനുഭവിക്കുന്നവരെ നമ്മളും. ആരെങ്കിലും വിശ്വസിക്കോ? ഇതൊക്കെ വളരെ വകുപ്പ് തന്നെയാന്ന് പറയുന്നത്. അപ്പൊ സുവിശേഷത്തെ വികലമാക്കാനുള്ള പിശാചിന്റെ അറ്റംപ്റ്റ് 100% സക്സസ് ആയി. 100%. ഈ റോമൻസ് 2:24 വിശുദ്ധ ലിഖിതത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ നിമിത്തം വിജാതീയരുടെ ഇടയിൽ ദൈവനാമം അപമതിക്കപ്പെടുന്നു. ഇന്ന് രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്ന ആൾക്കാരെ പ്രതി അവരുടെ ജീവിതങ്ങൾ കൊണ്ട് കർത്താവിന്റെ നാമം സൂക്ഷിക്കപ്പെടും. അറ്റ്ലീസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ കൾച്ചർ മാറ്റാനോ അല്ലെങ്കിൽ ഈ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവരുടെ സാക്ഷ്യം മാറ്റാനോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ്
നമ്മൾ ശ്രദ്ധിച്ചാല് നമ്മൾ മുഖാന്തരം കർത്താവിന്റെ നാമം ദൂഷിക്കപ്പെടില്ല. ഇനി ഈച്ച് ആൻഡ് എവരി സ്റ്റേജിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ വി ആർ ടു ബി, കർത്താവ് പറഞ്ഞേക്കുന്നത് നമ്മൾ സർപ്പത്തെ പോലെ വിവേകികളും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടില് തീർച്ചയായിട്ടും നമ്മൾ മുഖാന്തരം കർത്താവിന്റെ നാമം ദുഷിക്കാൻ ഇടയാകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എഫേഷ്യൻസിലൊക്കെ വായിക്കുന്നുണ്ട്, സമയം തക്കത്തിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജാതികളുമായിട്ടുള്ള ഇടപാടിൽ പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ഡെമോണിക് ഡോക്ട്രിൻസ്, അപ്പൊ ഇതില് ഇപ്പൊ പെന്തിക്കോസ് ചർച്ചിൽ ഡെമോണിക് ഡോക്ട്രിൻ കയറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞോ അവിടുത്തെ പാസ്റ്ററിന് കുഴപ്പമില്ല സ്വർണ്ണം ഇട്ടാലും, പാവം പെണ്ണുങ്ങളുടെ ഒരു ആശ്വാസമാണ്, അതുകൊണ്ട് പറയുന്നത് അവന് എന്തെങ്കിലും ആട്ടെ, ആ പാസ്റ്റർ കുഴപ്പമില്ല സ്വർണ്ണം ഇട്ടാലും കർത്തൃമേശയൊക്കെ. അതായത് ആ പാസ്റ്റർ ഒരു കുഴപ്പമില്ല സ്വർണ്ണമൊക്കെ ഇട്ടാലും, അല്ലെങ്കിൽ സ്നാനപ്പെടുന്നിടം വരെ സ്വർണ്ണം ഇട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സ്നാനം പെട്ട് കഴിയുമ്പോൾ ദൂരിയിലെ കർത്തൃമേശ കൊടുക്കില്ല എന്ന് പറയും. പിന്നെ കുറെ ആൾക്കാർ ചർച്ചിൽ സ്വർണ്ണം ഇട്ടുകൊണ്ട് പോകും, ചർച്ചിന്റെ പുറത്ത് ചെല്ലുമ്പോൾ അത് ഊരി ബാഗിൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമുക്ക് കർത്താവിന്റെ സുവിശേഷത്തെ മാർഗത്തെ എത്ര വ്യഭിചരിച്ചു വെച്ചേക്കാന്ന് ആലോചിച്ചു. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു പാഷൻ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. നോ, കാരണം കർത്താവിന് ദേവാലയത്തെ കുറിച്ചുള്ള തീഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞു. അതാ ദേവാലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്ന് പറയുന്നത് കർത്താവിന്റെ മാർഗത്തെ കുറിച്ചുള്ള തീഷ്ണതയാണ്. നമുക്ക് കർത്താവിന്റെ വചനം എന്താ പറയുക വ്യഭിചരിക്കപ്പെടുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടായിരിക്കില്ല. കർത്താവ് ഈ പരീശന്മാരുടെ ടീച്ചിങ്സ് ഇൻ മെനി വേയ്സ് ഇറ്റ് വാസ് കറക്റ്റ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് അവരുടെ ഉപദേശമൊക്കെ കേട്ടോ കുഴപ്പമില്ല, പക്ഷെ ഇതല്ല ഇന്നത്തെ ക്രിസ്തീയ കോളത്തെ കുറിച്ചുള്ള സാക്ഷ്യം. ഇപ്പോ ഓരോ ചർച്ചകൾ, ഈ വേർപെട്ട ചർച്ച എന്നൊക്കെ പറയുന്നവർ പല ടീച്ചിങ് രക്ഷയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ രക്ഷയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് കർത്താവിന്റെ സുവിശേഷത്തെ വികലമാക്കാനുള്ള പലതും അതിനോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റസ് ഗോ ബാക്ക് ടു, അപ്പൊ പ്രൈമറി ചാനലാണ് നമ്മൾ ചിന്തിച്ചത്. പ്രൈമറി ചാനല് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്, കർത്താവിന്റെ സുവിശേഷമായിട്ടുള്ള ബന്ധത്തിലാണ്. അപ്പസ്തോലന്മാര് പ്രസംഗിച്ചതല്ലാത്ത അതിൽ നിന്ന് ആണുവിട വ്യതിചലിക്കുന്ന എല്ലാ സുവിശേഷവും എന്തുകൊണ്ടുവരും നമ്മുടെ ഭവനത്തില്? ശാപം കൊണ്ടുവരും. ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിന്റെ സുവിശേഷമായിട്ടുള്ള ബന്ധത്തിൽ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇതിനകത്ത് സ്വർണ്ണം ഊരണം എന്ന് പഠിപ്പിക്കുന്നതിന്റെ ഒക്കെ വീട്ടിൽ ഈ സാധനം കയറിച്ചില്ലും ഉറപ്പായിട്ടും. കാരണം ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വികലമാക്കുക. ഇനി അത് കേട്ട് ഊരുന്നവരുടെ കാര്യത്തിൽ ഇത് സംഭവിക്കും തീർച്ചയായിട്ടും. കാരണം ലോകത്തിന് കർത്താവിന്റെ സുവിശേഷത്തെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ വരുത്തുക. ലോകത്തിന് കർത്താവിന്റെ സുവിശേഷത്തെ സ്പർശിക്കാൻ നമ്മളാരും ഒന്നുമല്ല. ഈ 1 Corinthians 10 പൗലോസ് ചോദിക്കുന്നില്ലേ, അല്ല നാം അവനേക്കാൾ ശക്തനോ? നാം അവനേക്കാൾ ശക്തനൊന്നുമല്ല. പൗലോസിനോട് കർത്താവ് പറഞ്ഞു മുള്ളാണിക്കിട്ട് തൊഴിച്ചാൽ പ്രശ്നം ഉണ്ടാവും, പക്ഷെ ഒരു ടൈം കൊടുത്തു പൗലോസിന്, ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ മുള്ളാണിയെ സ്പർശിക്കാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. അപ്പോൾ ഈ കർത്താവിന്റെ സുവിശേഷമായിട്ടുള്ള ബന്ധത്തിൽ അത് സ്വർണ്ണം ഊരണെന്ന് പഠിപ്പിക്കുന്നത്, ഊരണ്ടാന്ന് പഠിപ്പിക്കുന്നത്, സുവിശേഷത്തെ കുറിച്ച് ലോകത്തിന് കൊടുക്കുന്നത്, കർത്താവിന്റെ സാക്ഷ്യം കീപ്പ് ചെയ്യാതെ നമ്മൾ ലോകക്കാരായിട്ട് ജീവിക്കുന്ന, ഇതെല്ലാം നാശങ്ങൾ ഉണ്ടാക്കും ജീവിതത്തിൽ. തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തുവിന്റെ, നമ്മളെന്താ വായിക്കുന്നത്? 1 Corinthians 5:20 അല്ല 2 Corinthians 5:20 വായിക്ക. ചിലപ്പോ ഞാൻ പറഞ്ഞ റെഫറൻസ് തെറ്റായിരിക്കും. വായിച്ചപ്പോ അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. അതെ, വി ആർ അംബാസഡേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അംബാസഡർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ഇന്ത്യൻ അംബാസഡർ ഇൻ ശ്രീലങ്ക എന്ന് പറഞ്ഞാല് എൻ്റയർ ഇന്ത്യ മുഴുവൻ ആ വ്യക്തിയുടെ പിന്നിലുണ്ട്. നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനപതിയാന്ന് പറഞ്ഞാല് കർത്താവിന്റെ എൻ്റയർ ബാക്കിംഗ് ഉണ്ട് നമ്മുടെ പിന്നിൽ. അതുകൊണ്ടാണ് പൗലോസ് കർത്താവിന്റെ ദാസരെ പീഡിപ്പിച്ചപ്പോൾ കർത്താവ് എന്താ ചോദിക്കുന്നത്? നീ എന്തുകൊണ്ടാണ് എന്നെ പീഡിപ്പിക്കുന്നതെന്നാ ചോദിച്ചത്. അപ്പൊ വി ആർ അംബാസഡേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഈ അപ്പസ്തോലന്മാര് പറഞ്ഞേക്കുന്ന പോലെ അപ്പസ്തോലന്മാര് പറഞ്ഞ സുവിശേഷം ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അംബാസഡേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. വി ആർ അംബാസഡേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അടുത്ത സെന്റൻസോടെ നോക്കുമ്പോൾ ദൈവം തന്റെ ഉദ്ബോധനം ഞങ്ങളിലൂടെ നൽകുന്നു. ദൈവവുമായി അനുരഞ്ജനപ്പെടണം എന്ന് ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതെ, റിക്കൺസിലിയേഷൻ ആണ്. അതായത് ദൈവവുമായിട്ട് ക്രിസ്തുവിലൂടെ രമ്യപ്പെടണം എന്ന, അതാണ് സുവിശേഷം. ഈ സുവിശേഷം ലോകത്തിന് കൊടുക്കാനാണ് നമ്മൾ ദൈവം സെലക്ട് ചെയ്തേക്കുന്നത്.
and we are standing as ambassadors of Jesus Christ. അപ്പൊ അപ്പസ്തോലന്മാർ കൊടുത്തതല്ലാത്ത സുവിശേഷം കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ ചാനൽ ഫോർ കൾട്സ്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പസ്തോലന്മാർ നോക്ക്, ആ ഓരോ സ്റ്റേജിൽ അവർ കറക്റ്റ് ചെയ്യും. അവർ തെറ്റ് വന്നപ്പോൾ അപ്പൊ കറക്റ്റ് ചെയ്തു. 1 John 5 നമ്മൾ വായിച്ചു, എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത് ദൈവത്തിൽ നിന്നുള്ള, 5 അല്ല 4 ദൈവത്തിൽ നിന്നുള്ളതാണോന്ന് പരിശോധിച്ച് നോക്കണം. എന്നിട്ട് അവർ പറഞ്ഞെന്താ, ഒരു സിമ്പിളായിട്ട് ഈ ദൈവത്തിന്റെ വചനമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുന്ന, അപ്പൊ ഇത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് കുറെ കാര്യം പറഞ്ഞെങ്കിലും തമ്പ് റൂൾ എന്താ, ഈസി ആയിട്ട് അതല്ല 1 John 4 അവിടെ തന്നെ അത്. കാരണം നമ്മള് ഈ ശാപഗ്രസ്തരാകാൻ പാടില്ല, നമ്മൾ അനുഗ്രഹം സുവിശേഷമായിട്ടുള്ള കള്ള സുവിശേഷം പറയുന്നവരുടെ അടുത്ത് പോകൂ, കൂട്ടായ്മയ്ക്ക് പോവുകയും ചെയ്യരുത്. അത് നോക്ക്, ഈ വെളിച്ചദൂതനായിട്ട് പിശാച് ഇറങ്ങിയേക്കുന്ന ഒരു റോങ് ടീച്ചിങ് എന്ത്, സ്വർണ്ണവർണ്ണം എന്നുള്ളത് വെളിച്ചദൂതനാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാച്, അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. ഡെമോണിക് ഡോക്ട്രിൻ അത് 1 John 4 അല്ല, അതില് അങ്ങനെയല്ല. വായിച്ചു വരുമ്പോ ഇവിടെ യോഹന്നാൻ പറയുന്നത് അതിന്റെ 5 തുടങ്ങി വായിക്കുമ്പോ വായിച്ചപ്പോ, അവർ ലോകത്തിൻ്റെതാണ്, അതുകൊണ്ട് അവർ ലൗകികമായി സംസാരിക്കുന്നു. തന്മൂലം അവരെ ലോകം ശ്രദ്ധിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളവരാണ് നാം. ദൈവത്തെ അറിയുന്നവരെല്ലാം നമ്മെ ശ്രവിക്കും. ദൈവത്തിൽ നിന്നല്ലാത്തവർ നമ്മെ ശ്രവിക്കുകയില്ല. ഇങ്ങനെ സത്യത്തിന്റെ ആത്മാവിനെയും അസത്യത്തിന്റെ ആത്മാവിനെയും നാം തിരിച്ചറിയുന്നു. അതെ, അപ്പൊ ഇവിടെ സിമ്പിൾ ടെസ്റ്റ് എന്താ, ഏതാ? ദൈവത്തിൽ നിന്നല്ലാത്തവർ നമ്മെ ശ്രവിക്കുന്നു. അതെ, അത് നമ്മൾ വിചാരിക്കും അപ്പൊ ഈ പറയുന്ന എല്ലാരും പറയുന്ന വേട ഇത് അല്ലേ, ദൈവത്തിൽ നിന്നുള്ളവരാണ് നമ്മൾ ശ്രദ്ധിക്കും. അത് എല്ലാ കള്ളപ്രവാചകരും കള്ളപ്രസംഗരും അങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷെ ഇവിടെ നാം എന്ന് യോഹന്നാൻ ഉദ്ദേശിച്ചേക്കുന്ന ആരെയാ? കറക്റ്റ്, അപ്പസ്തോലന്മാരെയാ. കാരണം ആ ലേഖനം, നമ്മൾ ഈ ലേഖനത്തിന്റെ ഒരു സെന്റൻസ് എടുത്താൽ പോലെ തുടങ്ങുന്നത് എങ്ങനെയാ? അതായത് ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും. അപ്പൊ ഇവിടെ നാം അവർ പറഞ്ഞേക്കുന്ന ഞങ്ങൾ എന്നാ പറയുന്ന ഇത് വായിക്കുന്നവരല്ല ഇതിൽ പെട്ടേക്കുന്നത്. അതായത് ആദ്യം മുതൽ ഉള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ നോക്കിക്കണ്ടതും ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഞങ്ങൾ സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ജീവൻ പ്രത്യക്ഷമായി, ഞങ്ങൾ അത് കണ്ടു. ആരാ കണ്ടേ? അപ്പസ്തോലന്മാരെ കണ്ടുള്ളൂ. ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം വഹിക്കുന്നു. പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നതും ഞങ്ങൾക്ക് പ്രത്യക്ഷമാക്കിയതുമായ, നമുക്ക് പ്രത്യക്ഷമാക്കിയിട്ടില്ല, ഉണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈവൻ മത്യാസിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് പറയുന്നില്ലേ, അതാ യോഹന്നാന്റെ സ്നാപനം തുടങ്ങി കർത്താവിന്റെ പുനരുത്ഥാനം വരെ ഒരാൾ വേണം 12ാമനാകാൻ. ശ്രദ്ധിച്ചിട്ടില്ലേ? സെയിം വേ ഇവിടെ ഞങ്ങൾക്ക് പ്രത്യക്ഷമാക്കിയതുമായ നിത്യജീവനെ കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. ഇവിടെ പിന്നെ പറയുന്നിടത്ത് കേട്ടോ, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാൻ ഞങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങളോട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടാണ്. അപ്പൊ ഇവിടെ ഈ ദൈവത്തിൽ നിന്നുള്ള അല്ല കള്ള പ്രവാചകനാണോ അല്ലെ ആത്മാവിനെ ഡിസൈൻ ചെയ്യാനായിട്ട് ഇവിടെ യോഹന്നാൻ പറയുന്നത് ഈ സത്യത്തിൽ നിന്നുള്ളവരാണ് അല്ലെങ്കിൽ കള്ളന്മാരല്ലാത്തവര് നമ്മെ ശ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇച്ചിരി മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞെന്താ, അതായത് അപ്പസ്റ്റോലിക് ടീച്ചിങ്സിലായിരിക്കും. അപ്പോ ഈ അപ്പസ്റ്റോലിക് ടീച്ചിങ്സിലല്ലാത്ത എല്ലാ ദുരുപദേശികളും ശാപത്തിന്റെ അടിയിലുമാണ്, പിശാചിന്റെ പിടിയിലുമാണ്. നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അത് പ്രോസ്പെറിറ്റി ഹോസ്പിറ്റലായാലും പ്രോസ്പെറിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റലുണ്ട്. പ്രോസ്പെറിറ്റി ഇല്ല, കഷ്ടം സഹിക്കണം എന്ന് പറഞ്ഞു ബൈബിളിന് പുറത്താണെങ്കിൽ അതും കള്ള സുവിശേഷം തന്നെയാണ്, അല്ലേ? അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം, സത്യത്തിൽ നിന്നുള്ളവര് നമ്മെ ശ്രവിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നത് നമ്മയല്ല, അപ്പസ്തോലന്മാരെയാണ്. അതിന് അനദർ കാരണം എല്ലാത്തിനും സപ്പോർട്ടിങ് സ്ക്രിപ്ചർ ഉണ്ടായിരിക്കും. ഇപ്പൊ 2 പീറ്ററിൽ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പത്രോസ് പറഞ്ഞിട്ട് ഞങ്ങൾ എടുക്കേണ്ട, ഇതൊക്കെ നമ്മൾ ബൈഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള റെമഡി ആയിട്ട് പത്രോസ് പറയുന്നത് എന്താ? അതെ, അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ. ഓർത്തിരിക്കുക. ദെൻ യൂദായുടെ ലേഖനത്തിൽ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് റെമഡി എന്താ? Jude 1:14 വഴി. അതെ അതെ അതെ. അപ്പൊ ഈ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ
കള്ള സുവിശേഷം, കള്ള പ്രവാചകന്മാരെ അല്ലെങ്കിൽ നമ്മൾ ശാപത്തിൽ വീഴാതിരിക്കണമെങ്കിൽ നമ്മുടെ ഡോക്ടറിന് എങ്ങനെയായിരിക്കണം? 100% അപ്പസ്തോലിക് ആയിരിക്കണം. നോക്ക്, ജെറുസലേം കൗൺസിലിൽ അവര് പോയപ്പോ ജാതികൾക്കുള്ള ലെറ്റർ ആണല്ലോ. ജാതികൾക്കുള്ള ലെറ്ററിൽ എന്തൊക്കെ കറക്ഷൻ വേണമെന്ന് പറഞ്ഞു. എന്താ ജോലി? അറിയാം, ഇതൊക്കെ പഠിക്കേണ്ട സമയമായി. അല്ല ജോലി ഇപ്പൊ ഒരു മാനസാന്തരത്തിലാ. എന്താ ജോലി? അല്ല, മാനസാന്തരം വെളിപ്പെടുമെന്നാ ബൈബിളിൽ പറയുന്നത്. ഹാനോക്കിന് എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഹാനോക്കിന് സാക്ഷ്യം കിട്ടി എടുക്കപ്പെടാൻ പോവാന്ന്. ഏലിയക്ക് സാക്ഷ്യം കിട്ടി, ഏലിയ എടുക്കപ്പെടാൻ പോവാന്ന്. നോഹിന് സാക്ഷ്യം കിട്ടി, ഇല്ലേ? അപ്പോ കർത്താവിന്റെ ആത്മാവ് ഉള്ളിൽ കയറിയാൽ ഇറ്റ് മസ്റ്റ് ബി റിവീൽഡ്. വിളക്ക് കത്തിച്ച് പറക്കി കീഴെ വെക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എന്താ ജോലി? അപ്പസ്റ്റോലിക്, ഫസ്റ്റ് അപ്പസ്റ്റോലിക് കൗൺസിലിന്റെ ലെറ്റർ എന്താ? ഫസ്റ്റ് അപ്പസ്റ്റോലിക് അല്ല, ആദ്യം അവസാനം അതേ ഉള്ളൂ. അവരുടെ ലെറ്റർ എന്താ? ലെറ്ററിൽ പറഞ്ഞു, കാരണം ജാതികൾക്കുള്ള ലെറ്ററാണ്. കാരണം നമ്മളിത് ഗൗരവമായിട്ട് പഠിക്കേണ്ട കാര്യം. കാരണം ഈ യഹൂദരെ കുറിച്ച് പറയും, യഹൂദര് എന്ന് തുടങ്ങിയ ആഭരണം ഉപേക്ഷിച്ച് എന്ന് പറയുന്നത് കേട്ടില്ലേ? എവിടെ വെച്ചാ? അല്ല, ആ സ്ഥലത്തിന്റെ ഹോറേബിലാണ്. ഹോറേബ് തുടങ്ങി, അതൊക്കെ അങ്ങനെ പോട്ടെ. പക്ഷെ ഈ ലെറ്റർ ഇത് ജാതികൾക്കുള്ളതാ. അവര് സ്വർണ്ണം ഇടാത്തവരല്ല. ആ ലെറ്ററിൽ സ്വർണ്ണത്തെ കുറിച്ച് എന്തെങ്കിലും മെൻഷൻ ചെയ്തോ? ഇല്ല. നോക്ക്, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഡെമോണിക് ഡോക്ടറിനും ദുരുപദേശവും ഈ വെളിച്ചദൂതനായിട്ട് വരുന്ന കള്ളന്മാരെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് അവരെ ജഡ്ജ് ചെയ്യാനല്ല, അതിനകത്ത് ചെന്ന് പെട്ടാൽ ഈ ശാപം നമ്മൾ ഇൻഹെർട്ട് ചെയ്യും ആവശ്യമില്ലാതെ. കള്ള ഉപദേശങ്ങൾ അനുസരിക്കുന്നവനും നാച്ചുറലി ആ ശാപത്തിന് കീഴിലാകും. നമ്മൾ എസേക്കിയേൽ 14:14 വായിക്കുമ്പോൾ ചിന്തിക്കാറില്ല. എന്താ പറയാം? എസേക്കിയേൽ 14:14. ഈ ബൈബിളിൽ ഈ ന്യൂമറോളജി അല്ലെങ്കിൽ ഈ നമ്പേഴ്സിന് എല്ലാം യൂണീക്നെസ് ഉണ്ട്. വായിച്ച് ബാബു വായിച്ചു. എസേക്കിയേൽ 14 9-10 ഒക്കെ ആയിരിക്കും വായിച്ചു. ഒരു പ്രവാചകൻ വഞ്ചിതനായി ഒരു പ്രവചനം പറഞ്ഞാൽ കർത്താവായ ഞാൻ തന്നെയാണ് അയാളെ വഞ്ചിച്ചിരിക്കുന്നത്. ഞാൻ അയാളുടെ നേരെ കൈനീട്ടി എന്റെ ജനമായ ഇസ്രായേലിന്റെ ഇടയിൽ നിന്ന് അയാളെ നശിപ്പിച്ചു കളയും. പ്രവാചകനും അയാളോട് ചോദിക്കുന്നവനും തുല്യ ശിക്ഷയാണ്. അപ്പൊ ഞാൻ പറഞ്ഞേക്ക് ശ്രദ്ധിക്കണേ, പ്രവാചകനോട് ചോദിക്കുന്നവനും, അപ്പൊ ദുരുപദേശം കൊടുക്കുന്നവനും ദുരുപദേശം അനുസരിക്കുന്നവനും എന്തായിരിക്കും? അതുകൊണ്ട് ഇപ്പൊ ഇന്നലെ ഒരാളെന്നോട് പറയത് ഈ ഇങ്ങനെയുള്ള രക്ഷിക്കപ്പെട്ട കൂട്ടങ്ങളെ കുറിച്ച് പറയത് യാതൊരു അട്രാക്ഷനും ഇല്ല, നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ദേ ആർ അണ്ടർ കഴ്സ്. സുവിശേഷത്തോട് ആഡ് ചെയ്തേക്കുന്നവരാ. ഒരു അട്രാക്ഷനും ഇല്ല. ആരെങ്കിലും അടുത്ത് ചെന്നാൽ എങ്ങനെയെങ്കിലും ആളുടെ അടുത്ത് നിന്ന് മാറിപ്പോണെന്നാണ്. പിന്നെ അതായത് ലോകത്തിലുള്ള ആൾക്കാർ കള്ളത്തരം ചെയ്താൽ അത് കള്ളത്തരാന്ന് പറയും. ഇവര് ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ആൾക്കാർ കള്ളത്തരം ചെയ്യും, പക്ഷെ അതിന് മൂടുപടമായിട്ട് ദീർഘമായിട്ട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ കർത്താവിന്റെ നാമം എടുത്ത് ദുരുപയോഗം ചെയ്യും. അപ്പൊ കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടല്ലേ, ഈ പറഞ്ഞേക്കുന്ന പോലെ തന്നെ പ്രവാചകന്റെ അടുത്ത് പോകുന്നവനും ഒരേ ശിക്ഷ. അത് കള്ളപ്രവാചകനെ കുറിച്ച്, കള്ളപ്രവാചകന്റെ അടുത്ത് പോകുന്നവനും ഒരേ ശിക്ഷയാണെങ്കിൽ ദുരുപദേശം നൽകുന്ന ആൾക്കും ദുരുപദേശം അനുസരിക്കുന്ന ആൾക്കും സുവിശേഷത്തെ വികലമാക്കുന്നതിന്റെ ശിക്ഷ. അതായത് they will be cursed by God. ഈ cursed by പ്രകടമായിട്ട് പെട്ടെന്നൊന്നും ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ cursed by God എന്നുള്ളതിന് അനദർ ഒരു വേർഡാണ് they are not inheriting the blessing of the Lord. അല്ലെങ്കിൽ നോക്ക്, ലോകത്തിലുള്ള മനുഷ്യരെല്ലാം ശാപഗ്രസ്തരാ. അവർ ജീവിക്കുന്നില്ലേ? കല്യാണം കഴിക്കുന്നില്ലേ? കല്യാണം കഴിക്കുന്നുണ്ട്, മക്കളുണ്ടാകുന്നുണ്ട്, വീട് വയ്ക്കുന്നുണ്ട്, വിമാനം കണ്ടുപിടിച്ചിട്ടുണ്ട്, ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോ ദൈവികരായിട്ടുള്ള മനുഷ്യരല്ല. അതുകൊണ്ട് ഈ ശാപം വരുമെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ലൈഫാ. എന്നാല് ഈ കർത്താവിന്റെ സുവിശേഷത്തിലൂടെ ശാപം നീങ്ങി അനുഗ്രഹം ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ മേ നോട്ട് ബി എക്സ്റ്റേണലി എനി ഡിഫറൻസ്, ബട്ട് ഇന്റേണലി ലോട്ട് ഓഫ് ഡിഫറൻസ്. അവരുടെ ജീവിതത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, സന്തോഷം ഉണ്ടായിരിക്കും, സമാധാനം ഉണ്ടായിരിക്കും. മോശയോട് പറഞ്ഞു, എന്റെ സ്വസ്ഥത ഞാൻ നിനക്ക്, സ്വസ്ഥതയുള്ള ജീവിതം. അല്ലെങ്കിൽ അബ്രാഹത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അബ്രാഹത്തിന് ഒരടി മണ്ണ് പോലും കൊടുത്തില്ല. ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അബ്രാഹത്തിന് ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ് കൊടുത്തില്ല. ഒട്ടകവും ഇതൊക്കെ ഉണ്ടായിരുന്നു എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. ബട്ട് അബ്രാഹത്തിന് ഭൂമിയിൽ ഓരോ അവകാശവും കൊടുത്തില്ല. അപ്പോ ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ സുവിശേഷമായിട്ടുള്ള ബന്ധത്തിൽ എത്ര പറഞ്ഞാലും അവസാനിക്കത്തില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ദി അപ്പസ്റ്റോളിക് ഡോക്ട്രിൻ അവരുടെ സുവിശേഷത്തോട് ആഡ് ചെയ്തു. അതിനകത്തുള്ള ഡോക്ട്രിനായിരുന്നു. അവര് ഈ ലോകത്തിലെ ഒരു സ്വപ്നമല്ല അവർ പ്രസംഗിച്ചത്. പൗലോസ് പറഞ്ഞു, വർത്തമാനകാലത്തെ ദുരിതങ്ങൾ വരാനിരിക്കുന്ന മഹത്വമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ
ഇറ്റ്സ് നോട്ട് വർത്ത് മെൻഷനിങ്. ഇറ്റ്സ് നോട്ട് വർത്ത് മെൻഷനിങ്. അല്ലെങ്കിൽ പിന്നെ അവർ പഠിപ്പിച്ചു നാം ഇങ്ങനെ അനേകം കഷ്ടങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത്. അപ്പൊ ഈ കഷ്ടമില്ലാത്ത, ബുദ്ധിമുട്ടില്ലാതെ ഈ ലോകത്തിൽ ജീവിച്ച് സ്വർഗത്തിൽ പോകേണ്ട ഒരു സുവിശേഷമായിരുന്നു ലോകാരംഭം തുടങ്ങി ആര് ആഗ്രഹിച്ചിരുന്നത്? എല്ലാ പാപികളും ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഒരു സുവിശേഷത്തെ നമുക്ക് ഈ തലമുറകളിലൂടെയുള്ള പിശാചിന്റെ പ്രവർത്തനം എടുത്താലും നോക്കാം. സുവിശേഷത്തെ വികലമാക്കാനായിട്ട് 4-ാം നൂറ്റാണ്ടില് കോൺസ്റ്റാന്റിൻ ചക്രവർത്തി റോമാ മതം ഇൻഫ്യൂസ് ചെയ്തു ക്രിസ്ത്യാനിറ്റിയിലോട്ട്. അത് കഴിഞ്ഞിട്ട് കുറെ പേരൊക്കെ രക്ഷിക്കപ്പെട്ട്, ബൈബിളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ബൈബിൾ വായിച്ച് കുറെ പേരൊക്കെ രക്ഷിക്കപ്പെട്ട് പിന്നീട് അടുത്ത ഡ്യൂപ്ലിക്കേറ്റിനെ കൊണ്ടുവന്നു. പവർഫുൾ ഡ്യൂപ്ലിക്കേറ്റ് ഇസ്ലാമിനെ കൊണ്ടുവന്നു. ഇല്ലാതെയാണ് ഏകദൈവ വിശ്വാസം, വിഗ്രഹാരാധനയില്ല, അതാണ് ആദത്തിന്റെ അവയുടെയും ദൈവമാണ്, അബ്രാഹത്തിന്റെ ദൈവമാണ് അത് എന്നൊക്കെ പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നു. അത് കുറെ ഇങ്ങോട്ട് വന്ന് ഈ എക്സ്ട്രീമിസം, ഫണ്ടമെന്റലിസം ഒക്കെ കാരണം കൊണ്ട് ഇപ്പൊ ഇസ്ലാം എന്ന് കേട്ടാലും മനുഷ്യന് വെറുപ്പും പേടിയായതുകൊണ്ട് ഇപ്പൊ ഇറക്കിയതാണ് എന്ത്? പ്രോസ്പെരിറ്റി ഗോസ്പൽ. ഇതായിരുന്നു ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള, പിശാചിന്റെ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ക്രിയേഷൻ ഓഫ് പ്രോസ്പെരിറ്റി ഗോസ്പൽ. കാരണം ഇവിടെ ലാസറിന്റെ ഉപമയില് പറയുന്ന കേട്ടിട്ടുണ്ട്. ഏതോ സൺഡേ സ്കൂൾ പഠിപ്പിച്ചപ്പോ ഏതോ കൊച്ചിനോട് ചോദിച്ചു, നിനക്ക് ധനവാനാകുന്നതാണോ ലാസർ ആകുന്നതാണോ ഇഷ്ടം ചോദിച്ചു. അവൻ പറഞ്ഞു ഇവിടെ ധനവാനും അവിടെ ലാസറും. അപ്പൊ ഇവിടെ ധനവാനും അവിടെ ലാസറുമായിട്ടുള്ള സുവിശേഷം ഇന്നത്തെ പ്രോസ്പെരിറ്റി ഗോസ്പല്. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് ഗുഡ് ബൈ പ്രസംഗം പറഞ്ഞപ്പോ പൗലോസ് പറഞ്ഞു, 2 തിമോത്തി 4:1 തുടങ്ങി വായിക്കുമ്പോ ബഹുന്ന് വായിക്കും. ദൈവത്തിന്റെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെയും സന്നിധിയിൽ അവന്റെ ആഗമനത്തെയും രാജ്യത്തെയും ചൊല്ലി നിന്നെ ഞാൻ ചുമതലപ്പെടുത്തുന്നു. എനിക്ക് വായിച്ചു പോകാതെ ആ സെന്റൻസ് ഒന്നുകൂടി ഒന്ന് വായിച്ചു. അതിന്റെ ഭീകരത, അതിന്റെ ഫിയേഴ്സ്നെസ് ഒന്ന് ചിന്തിച്ചു നോക്കും. അതായത് പൗലോസിന്റെ ഗുഡ് ബൈ ലാസ്റ്റ് പറയാ. വേറെ ആരോടും ഇന്നത്തെ പോലെ ഒരു ബൈബിളില്ല, പ്രിന്റഡ് ബൈബിളില്ല, ഒന്നുമില്ല. അപ്പോ പൗലോസ് പറയുന്ന ആ വേർഡിന്റെ ഗൗരവം ഒന്ന് ചിന്തിച്ചു നോക്കും. എന്നാലും വായിച്ചപ്പോ ഞാൻ വായിക്കാം. അത് ദൈവത്തിന്റെയും, ശ്രദ്ധിക്കണേ, ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെയും സന്നിധിയിൽ അവന്റെ ആഗമനത്തെയും രാജ്യത്തെയും ചൊല്ലി നിന്നെ ഞാൻ ചുമതലപ്പെടുത്തുന്നു, ദൈവവചനം പ്രസംഗിക്കുക. പ്രീച്ച് ദി വേർഡ്. ഈ ഏത് വേർഡ് പ്രസംഗിക്കാനാ പൗലോസ് പറഞ്ഞു? അവര് പ്രസംഗിച്ചത്. യോഹന്നാൻ പറഞ്ഞു സത്യത്തിൽ നമ്മെ ശ്രവിക്കും. ആ നമ്മെന്ന് പറഞ്ഞു കൊടുത്തത് നമ്മളില്ല, അത് അപ്പസ്തോലന്മാരാ. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സ്പർശിച്ചതും. അപ്പൊ സത്യത്തിൽ നിന്നുള്ളവരാണോ എന്ന് അറിയാനുള്ള നമ്മളെ സംബന്ധിച്ചുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് അവര് അപ്പസ്റ്റോളിക് ഡോക്ടറിനോട് സ്ട്രിക്റ്റ് ആയിട്ട് അഡർ ചെയ്യുന്നവരാണോ, അപ്പസ്തോലിന്റെ ഉപദേശം 1 നമ്മൾ വായിക്കുന്നുണ്ട്. ശരി, ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഓരോരുത്തരായി ഏറിയാൽ 3 പേര് 1 by 1. വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ നിശബ്ദരായിരിക്കണം. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇതാരെങ്കിലും സ്വീകരിക്കുന്നില്ല എങ്കിൽ കർത്താവിനാൽ അവർ സ്വീകരിക്കപ്പെടില്ല. ആർക്കെങ്കിലും ഒരുപാടുണ്ടെന്ന് കരുതുന്നെങ്കിൽ ഞാൻ ഈ പറയുന്നത് എന്താ? കർത്താവിന്റെ കൽപ്പന എന്ന് കരുതുന്നത്. കർത്താവ് പറഞ്ഞേക്കുന്നത് നീ ഒച്ച ഉണ്ടാക്കരുതെന്ന്. പക്ഷെ ഇവിടെ ഒച്ച ഉണ്ടായി കഴിയുമ്പോൾ എന്ത് പറയും? ആലോചിച്ച് നോക്കി. ഇതെല്ലാം കള്ള സുവിശേഷം, കള്ള പ്രാക്ടീസ് ആണെന്ന് മനസ്സിലാക്കി ഭയത്തോടെ ഇതിന് അകന്നില്ലെങ്കിൽ കുറേശ്ശെ സാധനം ഇൻഹെർട്ട് ചെയ്യേണ്ടി വരും. എന്ത് ഇൻഹെർട്ട് ചെയ്യേണ്ടി വരും? ശാപം ഇൻഹെർട്ട് ചെയ്യേണ്ടി വരും. കാരണം കർത്താവിന്റെ സുവിശേഷത്തെ വികലമാക്കാൻ നമുക്ക് ആർക്കും ഒരു റൈറ്റും ഇല്ല, സ്പർശിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. ഉസ പോയി പേടകത്തെ തൊട്ടത് കർത്താവിന്റെ മഹനീയ നാമത്തെ സ്പർശിക്കുന്നതിന്റെ നിഴല, കർത്താവിന്റെ സുവിശേഷത്തെ സ്പർശിക്കുന്നതിന്റെ നിഴല. അതെ തൊട്ടാൽ മരിച്ചു വീണേ പറ്റൂ. Nobody can live after touching the glorious name of the Lord. അപ്പൊ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കും. പൗലോസ് പറയുകയാണ്, ഈ സുവിശേഷത്തിന്റെ ഗൗരവം ഒന്നോടെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പൗലോസ് 1-2 കാര്യം സൈറ്റ് ചെയ്യുക. എന്തൊക്കെയാ? ദൈവത്തിന്റെയും ജീവിക്കുന്നവരെയും മരിക്കുന്നവരെയും വിധിക്കാനിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെയും സന്നിധിയിൽ. അത്ര മാത്രമല്ല, ഇനി ഒരു കാര്യം കൂടെ പറയാം. അവന്റെ ആഗമനത്തെ, അതായത് ഒരു ദിവസം നിൽക്കേണ്ടവരും മുമ്പിൽ അവന്റെ ആഗമനത്തെയും രാജ്യത്തെയും ചൊല്ലി നിന്നെ ഞാൻ ചുമതലപ്പെടുത്തും. ഈ ചുമതല നമ്മളെ ഓരോരുത്തരും ഏറ്റെടുത്തവരാ, അല്ലേ?
എന്താ നമ്മൾ ഏറ്റെടുത്തേക്കുന്ന ചുമതല എന്താ? അതായത് വചനം പ്രസംഗിക്കുക, അല്ലാതെ അവനവന്റെ അനുഭവം അവിടെ പോയപ്പോൾ കണ്ട കാര്യവും തമാശ പറഞ്ഞ ആൾക്കാരെ ചിരിപ്പിക്കാനും പിക്നിക്കിന് പോയപ്പോൾ കണ്ട കാര്യം പറയാനൊന്നും അല്ല തിമോത്തിയോസിനോട് പറഞ്ഞത്. വചനം പ്രസംഗിക്കുക. എന്നിട്ട് അടുത്ത വാണിംഗ് എന്താണെന്ന് അറിയും, ബോധ്യം നൽകുക, ജാഗ്രതാപൂർവം വർത്തിക്കുക, ശാസിക്കുക, ഉപദേശിക്കുക, ക്ഷമ വെടിയരുത്, അധ്യാപനം ഉപേക്ഷിക്കരുത്. അടുത്ത സെന്റൻസ് വായിച്ചപ്പോൾ അതാ നമ്മൾ കാണുന്നത്. ജനങ്ങൾ അവർ തങ്ങളുടെ ഇച്ഛയ്ക്കുണ്ടാകുന്ന പ്രബോധനം സത്യം ശ്രമിക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ച് പഴങ്കഥകളിലേക്ക് തിരിയും. എന്നാൽ നീ എപ്പോഴും അചഞ്ചലനായിരിക്കുക, യാതന സഹിക്കുക, സുവിശേഷത്തിന്റെ ദൗത്യം നിർവഹിക്കുക, സുവിശേഷകന്റെ ദൗത്യം നിർവഹിക്കുക, നിന്റെ ശുശ്രൂഷ പൂർത്തിയാക്കുക. നമ്മളോട് എല്ലാവരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം, അതായത് അന്ത്യകാലത്ത് ഉത്തമ പ്രബോധനത്തിൽ അസഹിഷ്ണുക്കളാകുന്ന കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ തൽപരരായി അവർ തങ്ങളുടെ ഇച്ഛയ്ക്കിണങ്ങുന്ന പ്രബോധനെ വിളിച്ചു കൂട്ടും. സത്യം ശ്രവിക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ചു. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനമാണ്, കർത്താവാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ദി എംബോഡിമെന്റ് ഓഫ് ട്രൂത്ത് ആണ് കർത്താവ് യേശു ക്രിസ്തു. അപ്പൊ ഈ കർത്താവിന്റെ സുവിശേഷം സത്യം ശ്രവിക്കുന്നതിൽ മനുഷ്യൻ എന്താവും? ഇറിറ്റേറ്റഡ് ആവും. സത്യം പറഞ്ഞു കഴിഞ്ഞു സത്യം കേൾക്കുന്നതേ ഇഷ്ടമില്ല. കള്ള സുവിശേഷം, കള്ള പ്രസംഗകര്, പൈസ ഉണ്ടാക്കുന്നവര്, അല്ലെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുന്നവര്, നോക്ക് ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാത്തവര്, ദൈവവചനം വച്ചിരിക്കുന്ന ഡിസിപ്ലിന് കീഴടങ്ങാത്തവര്, ഒന്ന് പറഞ്ഞത് 14 അധ്യായത്തിലൊക്കെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനാണ്, ഇതിന് കീഴടങ്ങാത്ത, ഇതിന്റെ എല്ലാം കൂടെ പോയിട്ട് ദൈവം അതിനെ അപ്രൂവ് ചെയ്യുമെന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ. നോ, നമുക്ക് സുവിശേഷത്തെ വികലമാക്കുന്നവർക്ക് ഇൻഹെറിറ്റ് ചെയ്യാനുള്ളത് ശാപമാണ് ജീവിതത്തിൽ. അവരുടെ ഭവനങ്ങൾ എടുത്ത് നോക്കിയോ, ശാപം യു ക്യാൻ ക്ലിയർലി വിഷ്വലൈസ് ഇറ്റ്. ഈ കള്ള സുവിശേഷം വെച്ച് ആരും അനുഗ്രഹിക്കപ്പെടത്തില്ല, നാശം ഉണ്ടാകും, കലാമിറ്റീസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ദൈവത്തിന്റെ ശാപം വഹിച്ചിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് തങ്ങളുടെ ഇച്ഛയ്ക്കിണങ്ങുന്ന പ്രബോധനെ വിളിച്ചു. സത്യം ശ്രവിക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് എങ്ങോട്ട് പോകും? ഈ പഴങ്കഥ അനുഭവങ്ങൾ നല്ലതാ, അനുഭവങ്ങൾ നോട്ട് സപ്പോർട്ടഡ് ബൈ സ്ക്രിപ്ചർ. ദെൻ കിഴവി കഥകള്, പഴങ്കഥകൾ എന്നൊക്കെ പറയുന്നത് ബൈബിളിന്റെ സപ്പോർട്ടില്ല. അടുത്ത ദിവസം ഈ ജൂലൊരു വീഡിയോ കാണാൻ പറഞ്ഞു, അതിനകത്ത് നമുക്ക് അനുഭവമൊന്നുമില്ല, ഇങ്ങനെ ആരോ ഒക്കെ പറഞ്ഞേക്കുന്ന ആൾക്കാരുടെ കഥകള്. പിന്നെ ശരിക്ക് ഈ കത്തോലിക്ക സഭയിലെ ടീച്ചിങ് പോലെ പ്രസംഗിക്കുന്നവരെന്നത് സുവിശേഷം. കത്തോലിക്ക സഭയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവ് മറിയം കൊരാത്തിക്ക് പ്രത്യക്ഷപ്പെട്ട് തിരുഹൃദയത്തിന്റെ രൂപം വെച്ച് വണങ്ങാൻ ആവശ്യപ്പെട്ടു. തിരുഹൃദയത്തിന്റെ രൂപം വെച്ച് വണങ്ങുന്ന ഭവനങ്ങളിൽ ഞാൻ എന്റെ സമാധാനം കൊടുക്കും. ആലോചിച്ചു, 10 കൽപ്പനയ്ക്ക് വിപരീതമായിട്ട് കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോ ഇമ്മീഡിയറ്റ്ലി അല്പമെങ്കിലും സുബോധമുള്ളവരുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? എന്താ മനസ്സിലാക്കേണ്ട? അല്ലല്ല, ആ യേശുക്രിസ്തു പിശാച് വിളിച്ചതൂതിനായിട്ട്, അല്ലെങ്കിൽ വിളിച്ചതൂതെന്ന് പറഞ്ഞാൽ പിശാച് യേശുക്രിസ്തുവിന്റെ വേഷത്തിൽ വന്നതാന്ന് ഏത് എന്താ പറയുന്നത്, ഒരു സ്പിരിച്വലി ഒരു ഹാഫ് ബ്രെയിൻ ഉള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? അല്ല, കൊന്തയെല്ലണം, അത് തന്നെയല്ല, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ മുഖാന്തരം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. പിന്നെ എന്താ ഇങ്ങനെയും പറഞ്ഞു കേട്ടു, മാതാവ് കൊണ്ട് ലെറ്റർ കൊടുത്തു ഇല്ലേ, പോപ്പിന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തു, അത് പൊട്ടിച്ച് വായിക്കണം. ഇപ്പൊ പൊട്ടിച്ച് വായിക്കരുത്, എത്രയോ വർഷം കഴിഞ്ഞ് പൊട്ടിച്ച് വായിക്കാവുള്ളൂ. ഇങ്ങനെയുള്ള ഇതുപോലത്തെ കഥകൾ ഇന്നത്തെ സുവിശേഷകർ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവര് അല്ലെങ്കിൽ അവർ പ്രസംഗിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ വാഗ്ദാന പേടകം കണ്ടു കിട്ടി, അതിന് ചുറ്റും 4 മാലാഖമാര് കാവലിരിക്കുന്നുണ്ടായിരുന്നു, അതേ തൊട്ടപ്പോൾ ബോധം കെട്ടു വീണു. ഇത് ഇങ്ങനെ നോക്ക്, ഇതാണ് പഴങ്കഥകൾ. കിഴവി കഥകളിലേക്ക് ആര് തിരിയുമെന്നാ പറഞ്ഞേക്കുന്നത്? അതായത് ജനം തിരിയുമെന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിക്കുന്നവർ തിരിയുമെന്നാണല്ലോ, കേൾക്കുന്നതാ ജനം, പ്രസംഗിക്കുന്നതാണ് ആൾക്കാർ. അപ്പൊ പഴങ്കഥകളിലേക്ക് തിരിയും. അടുത്ത സെന്റൻസ് എന്താ? എന്നാൽ നീ എപ്പോഴും അചഞ്ചലനായിരിക്കുക. അചഞ്ചലനായിരിക്കുക എന്നാൽ നീ എപ്പോഴും സത്യത്തിൽ മാത്രം നിൽക്കുക. സത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിന്റെ സപ്പോർട്ട് ഇല്ലാത്ത എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും എന്തെല്ലാം ആരൊക്കെ പ്രസംഗിച്ചാലും തിമോത്തിയോസിനോട് പൗലോസ് പറയും, നീ അചഞ്ചലനായിരിക്കും, മാറ്റമില്ലാത്തവനായിട്ട്. ഈ അചഞ്ചലനായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ ബൈ പ്രോഡക്ട്സ് എഴുതിയേക്കുന്നത് അചഞ്ചലനായിരിക്കുക, യാതന സഹിക്കുക. ഇതൊന്നും ആർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. യാതന സഹിക്കുക, സുവിശേഷകന്റെ ദൗത്യം നിർവഹിക്കുക,
നിന്റെ ശുശ്രൂഷ പൂർത്തിയാക്കുക. എന്നിട്ട് അടിയിലോട്ട് പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു, ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, നല്ല പോരാട്ടം പോരാടി. ഇനി അപ്പം പൗലോസ് ശുശ്രൂഷ പൂർത്തിയാക്കിയ പോലെ നമ്മളും നമ്മുടെ ശുശ്രൂഷ പൂർത്തിയാക്കണമെങ്കിൽ അതിന് പറഞ്ഞേക്കുന്ന അവന്റെ ആഗമനത്തെ മുൻനിർത്തി ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു. സത്യം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക. ഇതിനോട് അഡീഷനും ഡിലീഷനും എല്ലായിടത്തും ഇന്ന് സുവിശേഷ പ്രസംഗരെന്ന് പറയുന്ന ആൾക്കാരും നമുക്ക് എല്ലായിടത്തും അഡീഷനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുമില്ല ഈവ് ചെയ്ത കാര്യം ഒന്നുമില്ല അതിനോട് കൂട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറച്ചുണ്ടാവും. ഏത് സഭ എടുത്താലും അതിന്റെ ഗതി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് സുവിശേഷത്തിന് വേണ്ടി യാതന സഹിക്കാൻ നമ്മൾ വില്ലിങ് ആയി പറ്റൂ. കാരണം ഇന്നത്തെ ഈ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ പ്രീച്ചേഴ്സും നമ്മൾ എതിർക്കുള്ളൂ, നമ്മളെ കുറിച്ച് തിന്മയെ പറയത്തുള്ളൂ. കാരണം നമ്മൾ സത്യത്തിന് വേണ്ടി നിന്നാൽ. കാരണം ഈ അന്ത്യകാലത്ത് കേൾവിക്ക് ഇമ്പമുള്ളവയിൽ തൽപരരായി അവർ തങ്ങളുടെ ഇച്ഛയ്ക്ക് ഇണങ്ങുന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടുമെന്ന് പറഞ്ഞാല് ഈ പ്രബോധകർക്ക് ഓഡിയൻസിനെ കിട്ടണമെങ്കിൽ ഈ ജനം അങ്ങനെ ആയി കഴിഞ്ഞെന്നല്ലേ അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ കള്ള സുവിശേഷകരെ എക്സ്പെൽ ചെയ്തേനെ. അപ്പൊ കേൾവിക്ക് ഇമ്പമുള്ളത് പ്രസംഗിക്കുന്നിടത്ത് ആൾക്കാർ എരച്ചു കൂടും. പത്രോസ് പറഞ്ഞു, ഈ കള്ളപ്രവാചകർ വരുമ്പോ അതിനെ ജനം റിജക്ട് ചെയ്യുമെന്നാണ് പത്രോസ് പറഞ്ഞത്. 2 Peter 1 തുടങ്ങി വായിക്കും, ഒന്ന് വായിക്കാം. Second Peter 2 ഒന്ന് തുടങ്ങി. എന്നാൽ വ്യാജ പ്രവാചകരും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും വ്യാജ പ്രവാചകർ ഉണ്ടാകും. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ പോലും നിഷേധിച്ചുകൊണ്ട് തങ്ങൾക്ക് തന്നെ സത്വരനാശം വരുത്തിവെച്ച് അവർ വിനാശകരമായ മതഭേദങ്ങൾ രഹസ്യത്തിൽ കടത്തിക്കൊണ്ടുവരും. ഈ കൊണ്ടുവരുന്ന സാധനം എന്താ? വിനാശകരമാണ്. കാരണം ഇതിന്റെ പിന്നാലെ പോകുന്നവർക്ക് നാശം ഉണ്ടാകാതിരിക്കുന്ന പ്രശ്നേ ഇല്ല. വിനാശകരമായിട്ടുള്ള മതഭേദം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടീച്ചിങ്സ് എങ്ങനെ കടത്തിക്കൊണ്ടുവരും? രഹസ്യത്തിൽ കടത്തിക്കൊണ്ടുവരും. അവരുടെ ഭോഗാസക്തിയെ അനേകർ പിന്തുടരും. ആരും പിന്തുടരില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ ഭോഗാസക്തി എന്ന് പറഞ്ഞാൽ അവരുടെ ലോകത്തിലെ സ്വപ്നങ്ങളെ പണം ഉണ്ടാക്കാൻ. കാരണം യാതന അവരുടെ ഭോഗാസക്തിയെ അനേകർ പിന്തുടരും. അവർ നിമിത്തം സത്യമാർഗം പരിഹസിക്കപ്പെടും. അതെ, സത്യമാർഗം. ഇപ്പൊ നമ്മൾ സത്യമാർഗം എന്ന് പറഞ്ഞാൽ നമ്മളെ പുച്ഛിക്കുകയല്ലേ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഈ സത്യമാർഗം ഇന്ന് പരിഹസിക്കപ്പെട്ടിരിക്കുക. അത് മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളാൽ പറ്റുന്ന ചെറിയൊരു കോൺട്രിബ്യൂഷൻ സുവിശേഷത്തിന് വേണ്ടി ചെയ്ത് യാതന സഹിച്ച് ശുശ്രൂഷ പൂർത്തിയാക്കി മരിക്കാനേ നമുക്ക് പറ്റൂ. അടുത്ത സെൻസ്. അവർ അതിമോഹത്തോടെ കപടവാക്കുകൾ കൊണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യും. അതെ, കള്ളപ്രവാചകരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ്. അതുകൊണ്ട് പൈസ വിരിക്കാത്ത കള്ളപ്രവാചകരും ഉണ്ട്. അവര് ഫെയിമിന് വേണ്ടിയായിരിക്കും. അപ്പൊ അവർ അതിമോഹത്തോടെ എന്ത് ചെയ്യും? കപടവാക്കുകൾ കൊണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യും. അതായത് ഓൾമോസ്റ്റ് 99% കള്ളപ്രവാചകരാണെങ്കിൽ അവിടെ അവര് ഫണ്ട് റേസിംഗ് ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. അതിമോഹത്തോടെ ചൂഷണം ചെയ്യും. പണ്ട് മുതലേ ഒരുക്കിയിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലതാമസമില്ല. അവരുടെ വിനാശം ഉറങ്ങുകയല്ല. പാപം ചെയ്ത അവരുടെ അപ്പോ ഇവർക്ക് നാശം ഉണ്ടാവും എന്ന് പറഞ്ഞേക്കുന്നിടത്ത് ഇവരെ കേൾക്കാൻ പോകുന്നവർക്ക് അനുഗ്രഹമായിരിക്കും? അവർക്ക് നാശം ഉണ്ടാവും. കഷ്ടങ്ങള്, നാശങ്ങള്, ദൈവത്തെ ശപിക്കപ്പെട്ടവരായിരിക്കും. ബാക്കിയുള്ള നോക്ക്, ഇപ്പൊ മൂർത്തി വെക്കുന്ന അല്ലെങ്കിൽ വിഗ്രഹം വെക്കുന്നതിനേക്കാൾ സീരിയസ് ആ കള്ള സുവിശേഷം. കാരണം വിഗ്രഹം എന്ന് പറയുന്നത് നമുക്കറിയാതെ വെക്കുന്നത് ശരിയാന്നല്ല. അത് വെക്കാതിരുന്നോണ്ട് വിഗ്രഹാരാധകരാകാതിരിക്കുകയോ ഇല്ല. അതുകൊണ്ട് വിഗ്രഹം വെക്കാൻ നമുക്ക് പെർമിഷൻ ഉണ്ടെന്നും അല്ല. എല്ലാ വിഗ്രഹത്തിന്റെ പിന്നിലും വിഗ്രഹത്തിനൊന്നുമില്ല. വിഗ്രഹം കല്ലും മരവും മുട്ടിയൊക്കെ, പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പിരിച്വൽ പവർ ഉണ്ട്. അത് നമ്മൾ ഓർത്തിരുന്നേ പറ്റും, ഇല്ലേ? ഇപ്പം ഏത് വലിയ പിൽഗ്രിമേജ് സെന്ററിലാണെങ്കിലും അവിടെ ഇരിക്കുന്ന ഒന്നുമില്ല കല്ല് അല്ലെങ്കിൽ മരം അല്ലെങ്കിൽ സ്വർണം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിനാസച്ച് ഒരു പവറും ഇല്ല. ഈ ജെറമ്യ 10:5 വായിക്കുമ്പോ ബാബു വായിക്കാം. അതെ, അവരുടെ വിഗ്രഹങ്ങൾ വെള്ളരിത്തോട്ടത്തിലെ നോക്കുകുത്തികൾ പോലെയാണ്. അവയ്ക്ക് സംസാരിക്കാനാവില്ല. നടക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് അവയെ ചുമക്കണം. അവയെ ഭയപ്പെടരുത്. കാരണം അവയ്ക്ക് ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിവില്ല. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? അതിപ്പോ നമുക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മിഷനറി ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ വർക്ക്ഷോപ്പിലും ഈ പൂജ ആകുമ്പോ സരസ്വതി പൂജയുണ്ട്. ഈ സരസ്വതി പൊടിയും പിടിച്ച് ചെളിയും പിടിച്ചിരിക്കുക. ഈ സരസ്വതി പൂജ ആകുമ്പോ ഇവനൊന്ന് കഴുകിച്ച് തുടച്ച് വൃത്തിയായി കൊണ്ടുവരും.
കണ്ടാൽ തന്നെ അറിയാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അതിന്റെ പിന്നിൽ എന്തുണ്ട്? ഡെമോണിക് പവർ ഉണ്ട്. അതുകൊണ്ടല്ലേ പൗലോസ് 1 കൊരിന്ത്യർ 10 അവിടെ വിഗ്രഹാരാധനയിൽ വിഗ്രഹം, അതുകൊണ്ട് വിഗ്രഹം എന്തെങ്കിലും ആണെന്നോ അതിനെന്തെങ്കിലും ബലി അർപ്പിക്കുമ്പോൾ, വിഗ്രഹത്തിന് അർപ്പിക്കുമ്പോൾ അത് പോകുന്നത് പിശാചിന്റെ അടുത്തേക്കാണ്. സെയിം വേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ വിഗ്രഹത്തിലൂടെ വരുന്ന ശാപം അല്ലെങ്കിൽ വിഗ്രഹം വെക്കുന്നതിന്റെ പിന്നിലുള്ള ശാപത്തേക്കാൾ വലിയ സുവിശേഷത്തെ വികലമാക്കുന്ന ശാപം. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് നമ്പർ 1 ഇൻ ഇൻഹെറിറ്റിംഗ് ദി കഴ്സസ് ഓഫ് ഗോഡ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മളെല്ലാം കള്ള സുവിശേഷം ഇതിനകത്ത് ജീവിച്ചിട്ടുള്ളവരാ, അറിവില്ലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മാനസാന്തരപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ടതാണ്, ദൈവത്തോട് ഇറവറന്റ് ആയിട്ട് ജീവിച്ചതിന്. അല്ലെങ്കിൽ നമ്മൾ വിഗ്രഹത്തെ വെച്ചിട്ടുണ്ട്. ഞാൻ വിഗ്രഹത്തെ സ്ഥിരമായിട്ട് വെച്ച് വിഗ്രഹത്തിന് മുമ്പിൽ വിളക്ക് കത്തിച്ച് അതിന്റെ മുമ്പിൽ സ്ഥിരം തല കുനിച്ച് കുമ്പിട്ടുണ്ട്, കണ്ടിന്യൂസ്ലി വിളക്ക് കത്തിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ പേരിൽ ശാപഗ്രസ്തനായിരുന്നു ഞാൻ, തീർച്ചയായിട്ടും. പക്ഷെ ക്രിസ്തു യേശുവിലൂടെ ദൈവം അത് മാറ്റി തന്നു. ശാപം മാറി. നമുക്ക് ഇന്നുള്ളത് എന്താ? അനുഗ്രഹം. അങ്ങനെ വി ആർ കോൾഡ് ടു ഇൻഹെറിറ്റ് ദി ബ്ലെസ്സിംഗ്. നോക്കാം. അപ്പൊ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാൻ, എന്താ പറയുക, നമ്മൾ അപ്പന്റെ പടം വെക്കാറില്ല, അമ്മയുടെ പടം വെക്കാറില്ല. അതല്ല ബൈബിളിൽ പറഞ്ഞത്. ഈ ലേവ്യ 26 ലെവിറ്റിക്കസ് 26 1 വായിക്കുമ്പോൾ ഭാവം വായിക്കും. വണങ്ങുന്നതിനായി നിങ്ങൾ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കരുത്. അതെ, അല്ല അപ്പന്റെ അമ്മയുടെ പടം വെക്കരുതെന്നും ഗാർഡനില് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ പടം വെക്കരുതെന്നൊന്നും അല്ല. ആണോ? എന്തിനു വേണ്ടി ചെയ്തിരുന്ന? വണങ്ങുന്നതിന് വേണ്ടി. ഇപ്പൊ വീട്ടിൽ വെച്ച് ഒരു വിളക്ക് വെക്കുവാണെങ്കിൽ സംഗതി പ്രശ്നം അല്ലേ? അതുകൊണ്ട് പടം വെക്കണം, രൂപം വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞ്, വണങ്ങുന്നതിനായിട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശാപം വരുന്ന, ഒന്നോടെ റിപ്പീറ്റ് ചെയ്യുക, നമ്പർ 1 ചാനല് വിഗ്രഹം വെക്കുന്നതല്ല, സുവിശേഷത്തെ വികലമാക്കുന്നത്. കാരണം മനുഷ്യന്റെ ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നത് സുവിശേഷം ആയതുകൊണ്ട് സുവിശേഷത്തെ വികലമാക്കുന്നതാണ് നമ്പർ 1 ചാനൽ ഫോർ ഇൻഹെറിറ്റിംഗ് കഴ്സ്. നമ്മൾ അറിഞ്ഞേ പറ്റൂ. സുവിശേഷത്തിലൂടെ മാത്രമേ വിടുതൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന കള്ള സുവിശേഷം, അതിനോട് ആഡ് ചെയ്തേക്കുന്ന ഡെമോണിക് ഡോക്ടറിന് ആഡ് ചെയ്തേക്കുന്ന സ്വർണ്ണം ഊരരുത്, സ്വർണ്ണം ഇടുന്നത്, സ്നാനപ്പെടണ്ടെന്ന് പഠിപ്പിക്കുന്നവർ, സ്നാനപ്പെട്ടിട്ടും ആ സമുദായത്തിൽ തന്നെ നിന്നാൽ മതി എന്ന് പഠിപ്പിക്കുന്നവർ, ഇതെല്ലാം വികലമായിട്ടുള്ള സുവിശേഷം. നമ്മൾ വായിക്കുന്നുണ്ട്. തുറന്നോസിന്റെ പാഠശാലയിലേക്ക് കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് തിന്മ പറയുന്ന ഒരു കൂട്ടാന്ന് കണ്ടപ്പോൾ പൗലോസ് അവരെയും കൂട്ടിക്കൊണ്ട് വായിച്ചിട്ടില്ലേ? ഇതൊന്നും വായിച്ചിട്ടില്ലേ? ഓറീസ് തുറന്നോസിന്റെ പാഠശാലയിലേക്ക് കൊണ്ട്. കാരണം സ്പിരിച്വൽ സെപ്പറേഷൻ ഇസ് എ മസ്റ്റ്. സ്നാനപ്പെട്ട് CSI ചർച്ചിൽ നിന്നുകൊണ്ടൊരു കാര്യമില്ല, ഇരട്ടി ശാപം ഉണ്ടാക്കാന്നുള്ളൂ. കാരണം സ്നാനം എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങുന്ന ചടങ്ങല്ല. ആണോ ജൂല് തന്നെ എന്നോട് പറഞ്ഞ? അന്നൊക്കെ വിചാരിച്ചത് അങ്ങനെയായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത് ഇതിനൊരു വ്യത്യാസമായിട്ട് നടക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഇതൊരു ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് സ്നാനം എന്ന് പറയുന്നത്. അല്ലാതെ ഈ വെള്ളത്തിൽ മുങ്ങി രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ശാപത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത്, ഈ നമ്മൾ വിഗ്രഹം വെക്കുന്നത് ശാപമാണെന്ന് മനസ്സിലാക്കാതെ, പക്ഷെ നമ്പർ 1 ചാനൽ കള്ള സുവിശേഷമാണ്. അത് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാം. മാഷ എന്ന് പറഞ്ഞു. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം